അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ കോഡ് ഓഫ് എത്തിക്സിൽ പ്രിയാമ്പിള്, പേർപ്പസ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് കഴിഞ്ഞ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളൊരു സെക്ഷനാണ് ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പ്രൊഫഷണൽ അസോസിയേഷൻസ് ഓഫ് സോഷ്യൽ വർക്ക്, കോർ കോമ്പിറ്റൻസീസ്, ഇത്രയാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 6 ആസ്പെക്ട്സിലാണ് ഉള്ളത്. അതായത് സോഷ്യൽ വർക്കർ എത്തിക്കലി ആരോടൊക്കെ റെസ്പോൺസിബിൾ ആണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, അതായത് ധാർമ്മികമായ ഉത്തരവാദിത്തം ആസ് എ സോഷ്യൽ വർക്കർ നമുക്ക് ഉണ്ട്. അത് ആരോടൊക്കെ എന്നുള്ളതാണ്. ക്ലയൻസ്, നമ്മൾ ആരോടൊക്കെ ആയിട്ടാണ്, ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളുടെ അടുത്തേക്ക് വരുന്ന ക്ലയന്റിന്റെ അടുത്ത് നമുക്ക് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ കൊളീഗ്സ്, നമ്മളുടെ സഹപ്രവർത്തകരായിട്ടുള്ളവരുടെ അടുത്ത് നമുക്ക് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ പ്രാക്ടീസ് സെറ്റിംഗ്, നമ്മൾ പല സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇത് ആസ് എ സോഷ്യൽ വർക്കർ പല സെറ്റിംഗിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഇത് ഹോസ്പിറ്റൽ സെറ്റിംഗ് ആയിക്കോട്ടെ, സൈക്കാട്രിക് സെറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ആയിക്കോട്ടെ, അങ്ങനെ പല ഏരിയാസിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതാത് സ്ഥലങ്ങളിൽ നമ്മൾ പാലിക്കേണ്ടതായ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ ആസ് പ്രൊഫഷണൽസ് നമ്മൾ പാലിക്കേണ്ട കുറച്ച് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളുടെ പ്രൊഫഷനോട് നമ്മൾ കാണിക്കേണ്ട എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫോർ ബെറ്റർമെന്റ് ആണല്ലോ, ഫോർ ദ സൊസൈറ്റി ആണ്. അപ്പോ ഇൻ ദ ലോങ് റൺ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. സോ ആ ഒരു ആസ്പെക്ടില് സൊസൈറ്റിയോട് നമുക്ക് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതിൽ ചിലതൊക്കെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചിലത് കൾച്ചറൽ ആസ്പെക്ട് അനുസരിച്ചും അല്ലെങ്കിൽ ഡിഫറെന്റ് കൺട്രീസ് ഒക്കെ അനുസരിച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. എത്രത്തോളം അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വയലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് റിവ്യൂ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അവരാണ് അത് ഡിസൈഡ് ചെയ്യുക ഏത് എക്സ്റ്റെന്റ് വരെ ഇതിലത്തെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നിർബന്ധമായും ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്താൽ നന്നായിരുന്നു, ആസ്പിറേഷണൽ ലെവലിൽ ഏതൊക്കെയാണുള്ളത്, അതൊക്കെ അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ വർക്കേഴ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടു ക്ലയൻസ്. ഇതൊരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് തന്നെയായിട്ടുണ്ട് NASW കോഡ് ഓഫ് എത്തിക്സ്. ഒരു 2-3-4 പേജസ് എങ്ങാണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഇത് അത്രയും വാസ്റ്റ് ആയിട്ടൊന്നും ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി. നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഒരു സോഷ്യൽ വർക്കറുടെ അടുത്തേക്ക് വരുന്ന ഒരു ക്ലയന്റിനോട് എന്തൊക്കെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് സോഷ്യൽ വർക്കേഴ്സിനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 16 പോയിന്റ്സിൽ പഠിക്കുന്നത്. ജസ്റ്റ് ഇത് എന്തൊക്കെയാണെന്നൊന്നും മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇപ്പൊ സിറ്റുവേഷൻ തന്നിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ സപ്പോസ് ഈ ഒരു ഏരിയയിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ സിറ്റുവേഷൻ തന്നിട്ട് എന്ത് സൊല്യൂഷൻ എടുക്കണം എന്നൊക്കെ ആവാം. കുറച്ചൊക്കെ നമുക്കത് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഇതിന്റെ പോയിന്റ്സ് കണ്ടു പറയിടാവണ്ട. അപ്പൊ ഫസ്റ്റ് വൺ, കമ്മിറ്റ്മെന്റ് ടു ക്ലയൻസ്. നമ്മളുടെ ഇപ്പൊ സോഷ്യൽ വർക്കേഴ്സിന്റെ ആസ്പെക്റ്റിലാട്ടോ ഞാൻ പറയുന്നത്. ഒരു ക്ലയന്റ് സോഷ്യൽ വർക്കറുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ ക്ലയന്റിനോട് നമുക്ക് എങ്ങനെയുള്ളത് കമ്മിറ്റ്മെന്റ് ആണെന്നുള്ളതാണ്. ജനറലി നമ്മൾ ചെയ്യേണ്ടത് ക്ലയന്റിനോടാണ്, അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഇൻട്രസ്റ്റിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം എന്നുള്ള രീതിയിൽ. അതായത് ക്ലയന്റ് ഓക്കെ ആവണം, അല്ലെങ്കിൽ ക്ലയന്റിന്റെ പ്രോബ്ലം സോൾവ് ആവണം എന്നുള്ളതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ ഇവിടെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് പഠിക്കുമ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്ന വേറൊരു കാര്യം, ചില സമയങ്ങളിൽ ഈ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ജനറലി നമ്മൾ പാലിക്കേണ്ട എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളത് പ്രവർത്തിക്കേണ്ടി വരും. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, അതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഇതിലൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയന്റിനോടാണ് നമുക്ക് കമ്മിറ്റ്മെന്റ്, ക്ലയന്റിന്റെ ഇൻട്രസ്റ്റുകളാണ് നമുക്ക് പ്രൈമറി, അല്ലെങ്കിൽ ക്ലയന്റിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ചില സിറ്റുവേഷനിൽ ക്ലയന്റിനോടുള്ള റെസ്പോൺസിബിലിറ്റിക്ക് കൂടുതൽ നമുക്ക് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഒരു നാട്ടില് ആ നാടിൻ്റെതായ ജസ്റ്റിസ് സിസ്റ്റം ഒക്കെ ഉണ്ട്, ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്, അവരോടുള്ള കമ്മിറ്റ്മെന്റ്, ഇതൊക്കെ കൂടുതലായിട്ട് വേണ്ടി വരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ക്ലയന്റ് ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് വന്നത് എന്ന് വിചാരിക്കുക. ക്ലയന്റ് പറയാണ് ഞാൻ ഇന്ന് നൈറ്റ് പോയിട്ട് സൂയിസൈഡ് ചെയ്യും എന്ന് പറയുമ്പോൾ ക്ലയന്റിന്റെ ഇൻട്രസ്റ്റ് ആണ് പ്രധാനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒരു വ്യക്തിയെ ഒരിക്കലും ഒരു ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാനായിട്ട് ഒരു സോഷ്യൽ വർക്കറെ സംബന്ധിച്ച് പറ്റില്ല. നമ്മളൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നമുക്ക് അത് ഓക്കെ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ക്ലയന്റിന്റെ ആ ഇൻട്രസ്റ്റ് സൂസൈഡ് ചെയ്യാണെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ളതല്ല, അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. സോ അവിടെ നമുക്ക് ക്ലയന്റിന്റെ ഇൻട്രസ്റ്റിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ചില സമയങ്ങളിൽ ക്ലയന്റിന്റെ ഇൻട്രസ്റ്റിന് അപ്പുറത്തേക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇപ്പൊ ക്ലയന്റ് പറയാണ് ഞാനൊരു കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥതാണ്. അല്ലെങ്കിൽ ക്ലയന്റ് മറ്റൊരാൾക്ക് ഹാം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് ഒരാളെ ഞാൻ അപായപ്പെടുത്തും എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ക്ലയന്റിന്റെ ആ ഒരു ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ഈ ഒരു കമ്മിറ്റ്മെന്റ് ടു ക്ലയന്റ് ഉദ്ദേശിക്കുന്നത്. ജനറലി ക്ലയന്റിനോട് നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, ക്ലയന്റിന്റെ ഇൻട്രസ്റ്റിനാണ് പ്രധാനം, പക്ഷെ എപ്പോഴും അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ഡിറ്റർമിനേഷൻ. സോഷ്യൽ വർക്ക് കോണ്ടെക്സ്റ്റിൽ സെൽഫ് ഡിറ്റർമിനേഷൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഇത് തന്നെയാണ്. അതായത് ക്ലയന്റ് ആണ് തീരുമാനം എടുക്കേണ്ടത് ക്ലയന്റിന്റെ ലൈഫിൽ, നമ്മളല്ല. നമ്മൾ അവിടെ ചെയ്യുന്നത് ഇപ്പൊ ക്ലയന്റ് ഒരു പ്രശ്നമായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരികയാണ്, എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ ഓക്കെ എന്നാ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ല ഒരു സോഷ്യൽ വർക്കറുടെ ജോലി. ക്ലയന്റിന്റെ പ്രോബ്ലത്തിന് ചിലപ്പോൾ ക്ലയന്റിന്റെ സൊല്യൂഷൻസ് ഉണ്ടാവാം, കുറെ ലേഔട്ടുകൾ ക്ലയന്റിന് തന്നെ അറിയായിരിക്കും, അല്ലെങ്കിൽ ക്ലയന്റിന് അതിനെ കുറിച്ച് കറന്റ് ബോധേഡ് ആയിരിക്കില്ല. സ്ട്രെസ് കൊണ്ട് ആ ഒരു പ്രോബ്ലത്തിന്റെ സ്ട്രെസ് കൊണ്ട് ക്ലയന്റ് മേ ബി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ക്ലയന്റിന്റെ അടുത്തുനിന്ന് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലയന്റിനെ ഒന്ന് വ്യക്തമാക്കി കൊടുക്കാം. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇന്ന സൊല്യൂഷൻസ് സാറിന്റെ മുന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കാം എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ സൊല്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇതാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്, ഈ സാറിന് തീരുമാനിക്കാം. അതാണ് ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കും, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കും, തീരുമാനം എടുക്കേണ്ടത് ക്ലയന്റ് ആണ്. പക്ഷെ ഈ ക്ലയന്റിന്റെ സെൽഫ് ഡിറ്റർമിനേഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ വർക്കറുടെ ഒരു ഇത് ലിമിറ്റ് ചെയ്യുന്ന കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയന്റിന്റെ ആക്ഷൻ, ക്ലയന്റ് ഇപ്പൊ ചൂസ് ചെയ്യാണ് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, അത് ക്ലയന്റിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന അല്ലെങ്കിൽ റിസ്ക് ഉള്ളൊരു തീരുമാനമാണ് ക്ലയന്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്തുന്ന അവർക്ക് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല, ക്ലയന്റിനോ അല്ലെങ്കിൽ ക്ലയന്റുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ക്ലയന്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ എന്നുള്ള ഒരു കേസിൽ ആ ഒരു ക്ലയന്റിന്റെ ആ ഒരു എബിലിറ്റി ടു സെൽഫ് ഡിറ്റർമൈൻ എന്നുള്ളൊരു എബിലിറ്റിയെ ലിമിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ അതാണ് സെൽഫ് ഡിറ്റർമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻഫോംഡ് കൺസെന്റ്, നമ്മൾ എപ്പോഴും നമ്മളുമായിട്ട് വർക്ക് ചെയ്യുന്ന ക്ലയൻസിന്റെ അടുത്ത് നമുക്ക് ഇൻഫോംഡ് കൺസെന്റ് ആവശ്യമാണ്. അതായത് നമ്മളെ അടുത്ത് ഒരു ക്ലയന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ചില സമയങ്ങളിൽ നമ്മളത് ഓക്കെ അപ്പൊ ഇൻഫോംഡ് കൺസെന്റ് വേണം. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻഫോംഡ് കൺസെന്റ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയന്റിന് നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ എന്തൊക്കെ സർവീസസ് ആണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുക, ഈ സർവീസസിന്റെ ഒരു ലിമിറ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ സമയത്ത് ഞാൻ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യേണ്ടി വരാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലയന്റിന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഏത് സമയത്ത് വേണമെങ്കിലും ക്ലയന്റിന് ഈ ഒരു സർവീസ് എടുക്കുന്നതിൽ നിന്ന് പിന്മാറാനായിട്ട് പറ്റും, അങ്ങനെയൊക്കെയുള്ള കൺസെന്റ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലയന്റിന് ഇൻഫോം ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ചില സമയത്ത് നമ്മളുടെ ക്ലയന്റും നമ്മളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ പ്രോപ്പർ ആവണമെന്നില്ല. അപ്പൊ നമ്മളൊരു ട്രാൻസ്ലേറ്ററോ ഇന്റർപ്രറ്ററോ ഒക്കെ ആവശ്യമായിട്ടുള്ള സമയത്ത് അതുവഴിയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഇൻഫോംഡ് കൺസെന്റ് തരാനായിട്ട് ഇൻകേപ്പബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലുള്ള ഒരു ക്ലയന്റ് ആണെന്ന് വെക്കുക. അപ്പൊ ക്ലയന്റുമായിട്ട് ലീഗലി ക്ലയന്റിന്റെ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ഉണ്ടാവുമല്ലോ, ആ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ പെർമിഷൻ എടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോ ഇൻവോളണ്ടറിലി ഒരു സർവീസ് എടുക്കേണ്ടി വരുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ കൂടി നമ്മൾ കൊടുക്കുന്ന സർവീസസ് അതിന്റെ എക്സ്റ്റെന്റ് കാര്യങ്ങളൊക്കെ ഇനി ക്ലയന്റിന് ഇതിന് പിന്മാറാനായിട്ട് എത്രത്തോളം പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലയന്റിന് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം. ഇപ്പൊ നമ്മളൊരു ക്ലയന്റുമായിട്ട് സംസാരിക്കുന്നു, അതിപ്പോ ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷനോ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനോ ഒക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ഓഡിയോ ടൈപ്പോ വീഡിയോ ടൈപ്പോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലയന്റിന്റെ കൺസെന്റ് നിർബന്ധമായിട്ട് വാങ്ങണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു കൗൺസിലിംഗ് സെഷൻ എടുക്കുകയാണെന്ന് വെക്കുക, ക്ലയന്റിന്റെ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു സർവീസ് ആണ് ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതെടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളുടെ കീഴിൽ ഇന്റേൺസോ ട്രെയിനീസോ ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ കാണണം, അത് എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇരുത്താം. പക്ഷെ ക്ലയന്റിന്റെ കൺസെന്റ് മുൻകൂട്ടി വാങ്ങണം. അപ്പൊ ഇതൊക്കെയാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ കോമ്പീറ്റൻസ് നമ്മൾ പറഞ്ഞു, അതായത് ഒരു സോഷ്യൽ വർക്കർ അയാളുടെ ഒരു സ്കില്ലിന്റെ
ഒരു പരിധിയിൽ അല്ലെങ്കിൽ സ്കില്ല്, ടെക്നിക്സ്, നോളേജ് എന്തൊക്കെയാണോ ആ സോഷ്യൽ വർക്കർക്ക് ഒരു സോഷ്യൽ വർക്ക് റിലേറ്റഡ് ഫീൽഡിൽ അയാൾക്കുള്ള സ്കില്ല്, ടെക്നിക്സ്, നോളേജ് ഇതിന്റെയൊക്കെ ഒരു ലിമിറ്റിനുള്ളിലാണ് അയാൾ പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ ഹി ഓർ ഷീ ഷുഡ് ഡെഫിനറ്റ്ലി റെഫർ ദ ക്ലയന്റ് ടു ദ കോമ്പീറ്റന്റ് വൺ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ ഗ്രൂപ്പ് വർക്കിൽ അധികം എക്സ്പെർട്ടീസ് ഇല്ലാത്ത ഒരു സോഷ്യൽ വർക്കർ കേസ് വർക്ക് ചെയ്തു, ഒരു ക്ലയന്റിന് കേസ് വർക്ക് ചെയ്തു, പക്ഷെ ആ ക്ലയന്റിന് ഒരു ഗ്രൂപ്പ് വർക്കിന്റെ ആവശ്യം കൂടി ഉണ്ട്. അതിനപ്പുറത്ത് ഒരു കോമ്പിറ്റൻസി തനിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ കേസ് വർക്കർ എന്ത് ചെയ്യണം, ഒരു ഗ്രൂപ്പ് വർക്കർക്ക് ഈ ക്ലയന്റിനെ റെഫർ ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോ പിന്നെ വേറെ ഈ കോമ്പിറ്റൻസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാത്തൊരു മേഖലയാണ്, അവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം സ്കില്ലില്ലാത്തൊരു ഏരിയയിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള നോളേജ് നമ്മൾ സീക്ക് ചെയ്തിട്ടുണ്ടാവണം. ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പെർട്ടീസ്, കൺസൾട്ടേഷൻ, അതുമായിട്ട് അതിലെ എക്സ്പൊണന്റ് ആയിട്ടുള്ള ആളുടെ ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ഒക്കെ എടുത്ത് വളരെ പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ അത്ര എക്സ്പേർട്ടീസ് ഇല്ലാത്തൊരു ഏരിയയിലേക്ക് കടക്കുമ്പോൾ ഇതെല്ലാം നേടിയിട്ട് വേണം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഈ കോമ്പിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ചിലപ്പോൾ എമർജിങ് ആയിട്ടുള്ള ചില പഠനങ്ങളൊക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആർട്ട് തെറപ്പി, അതൊക്കെ അല്ലെങ്കിൽ പ്ലേ തെറപ്പി, അങ്ങനെയൊക്കെയുള്ള തെറപ്പീസ് ഒന്നും അധികം നമ്മുടെ നാട്ടിൽ അത്ര കണ്ട് യൂസ് ചെയ്യുന്നത് അല്ല, ചില ഏരിയാസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ചെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചിട്ടാവണം. നമ്മൾ അത്ര കോമ്പീറ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമായിരിക്കണം നമ്മളുടെ ഓരോ ആക്ഷനും. ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇന്റർവെൻഷൻ ആ ഒരു ക്ലയന്റിന് ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ട്രെയിനിങ്ങും അതിന്റെ നോളജും കാര്യങ്ങളൊക്കെ വേണം താനും. വളരെയധികം ശ്രദ്ധയോടെ ക്ലയന്റിന് ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഹാം ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ വേണം അത് അപ്ലൈ ചെയ്യാനായിട്ട്. അതാണ് കോമ്പീറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൾച്ചറൽ കോമ്പീറ്റൻസ് നമുക്കറിയാം, നമ്മളുടെ ആൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, കൾച്ചറൽ കോമ്പീറ്റൻസ് ആൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൾച്ചേഴ്സ്, പിന്നെ സോഷ്യലി ഡൈവേഴ്സ് ആയിട്ട് ഒരുപാട് ആളുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കൾച്ചറൽ കോമ്പീറ്റൻസിൽ ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൾച്ചേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ആളുകളായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നു. നമ്മളുടെ അടുത്തൊരു ഡിഫറെന്റ് കൾച്ചറുള്ളൊരു, നമ്മൾ അത്രത്തോളം പരിചിതമില്ലാത്ത ഒരു കൾച്ചറുള്ളൊരു ക്ലയന്റ് വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് കുറച്ചെങ്കിലും ഒരു ധാരണ വേണം, മിനിമം ധാരണ വേണം അവരുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ. നമ്മളുടെ സോഷ്യൽ ഡൈവേഴ്സിറ്റിക്ക് കാരണമായിട്ടുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എലമെന്റ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോ അവരിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ ഒപ്രസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓൾവേസ് നമ്മൾ അലേർട്ട് ആയിരിക്കണം. ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടൊരു സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എപ്പോഴും നമ്മളിപ്പോ രണ്ട് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൽ പെട്ട് നിൽക്കുകയാണ്, ഒരു പ്രശ്നത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലയൻസിന്റെ ഒരു സേഫ്റ്റി, അല്ലെങ്കിൽ ക്ലയൻസിന് ഏറ്റവും പ്രശ്നമില്ലാത്ത രീതിയിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ചില സമയത്ത് ക്ലയന്റിന്റെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരിക മേ ബി ഒരു ടെർമിനേഷൻ, അതായത് നമ്മളും ആ ക്ലയന്റുമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നതായിരിക്കാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ആ ക്ലയന്റിനെ നെക്സ്റ്റ് ലെവലിലേക്ക് റെഫർ ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ പുറത്ത് ഒരു അഡ്വാൻറ്റേജസും ക്ലയൻസിന്റെ അടുത്ത് എടുക്കരുത് എന്നുള്ളത്. പിന്നെ ഒരിക്കലും ഒരു ഡ്വൽ ഓർ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഒന്നും ക്ലയൻസുമായിട്ട് പാടില്ല. അതായത് ഈ ഒരു പ്രൊഫഷൻ അപ്പുറത്തേക്ക് വേറെ സോഷ്യൽ ഓർ ബിസിനസ് ലെവൽ അങ്ങനെ വേറെ ഒരു റിലേഷൻഷിപ്സും പാടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തന്നെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കപ്പിൾ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവരോട് പറയാ, അതായത് ഇപ്പൊ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഇന്റർവെൻഷൻ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, ഈ രണ്ടുപേരുടെയും ഫേവർ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയണം, അതായത് ആസ് എ സോഷ്യൽ വർക്കർ ഞാൻ ഇംപാർഷ്യൽ ആയിട്ട് നിൽക്കേണ്ട ഒരാളാണ്, പക്ഷപാതം ഇല്ലാതെ അല്ലെങ്കിൽ ഒരാളെ ഫേവർ ചെയ്ത് മാത്രം അങ്ങനെയൊന്നും നിൽക്കേണ്ട ആളല്ല, ഒബ്ജക്റ്റീവ് ആയിട്ടാണ് ഞാൻ കാര്യങ്ങളെ കാണുന്നത്. സോ ഞാൻ ഒരു ആളെ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഫേവർ ചെയ്ത് സംസാരിച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ മറ്റേ ആളെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ആ രീതിയിൽ ഒരു ക്ലാരിറ്റി നമ്മൾ ക്ലയൻസിന് കൊടുക്കണം. പിന്നെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, അതായത് നമ്മൾ
നമ്മൾ ക്ലയന്റുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്ലയന്റിന്റെ സെഷൻ കഴിയുമ്പോൾ നമ്മൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ അത് മേ ബി കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനുവലി ആയിരിക്കാം. എല്ലാ തരത്തിലും ക്ലയന്റിന്റെ പ്രൈവസിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു കാരണവശാലും വേറൊരാൾക്ക് അത് ഡിസ്ക്ലോസ് ചെയ്യാനോ എക്സ്പോസ് ചെയ്യാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ കേസിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വന്നാൽ തന്നെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലയന്റ് ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്തു എന്ന് നമ്മളോട് പറയാണ്, നമ്മളത് കോർട്ടിൽ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഫോർ എക്സാമ്പിൾ. അങ്ങനെ വരുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിനെ റിലേറ്റ് ചെയ്തിട്ട് ക്ലയന്റ് എന്ത് പറഞ്ഞു അത് മാത്രം പറയാം. അതിനപ്പുറത്തേക്ക് ക്ലയന്റിന് വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ലയന്റ് എന്തൊക്കെ എന്നോട് പറഞ്ഞു, ഇത് മുഴുവൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആ പറയേണ്ടി വന്നാൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരുന്നത് ഒരു ലീഗൽ റിക്വയർമെന്റ് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ ക്ലയന്റിനോ അല്ലെങ്കിൽ ക്ലയന്റുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ ക്ലയന്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ വേറെ ഒരാൾ അപകടത്തിലാവും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പോലും നമ്മൾ ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ മാത്രം ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൗൺസിലിംഗ് സർവീസസ് കൊടുക്കുമ്പോഴായാലും, ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കണം എന്നുള്ള രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ നമ്മളെ ക്ലയൻസിന് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ യാതൊരു കാരണവശാലും മീഡിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ക്ലയന്റിന്റെ ഇൻഫർമേഷൻ അനാവശ്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തൊന്നും പാടില്ല. നമ്മളിപ്പോ സോഷ്യൽ വർക്ക് റിസർച്ചിൽ അല്ലെങ്കിൽ ഇവാലുവേഷനിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഇവരുടെ കേസസ് ഒക്കെ ഉപയോഗിക്കായിരിക്കും. അതിന് ഉപയോഗിക്കുമ്പോഴും ഇവരുടെ കൺസെന്റ് ആവശ്യമാണ്. ഉപയോഗിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ പേര് അല്ലെങ്കിൽ ഇവരാണ് എന്ന് മനസ്സിലാക്കാവുന്ന യാതൊരു പോയിന്റുകളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ അവരുടെ പേരായിക്കോട്ടെ, ഏത് സ്ഥലത്ത് നിന്ന് വരുന്നു, അല്ലെങ്കിൽ അഡ്രസ്സ്, അല്ലെങ്കിൽ അവരുടെ ജോബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മിസ്റ്റർ എ അല്ലെങ്കിൽ എക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വേറെ പേരുകൾ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഇവരുടെ കേസ് നമ്മൾ പ്രസന്റ് ചെയ്യുക. ഒരിക്കലും ഇവർക്കാണ് ആ പ്രശ്നം എന്നുള്ളത് കേൾക്കുന്ന വേറൊരാൾക്ക് തോന്നാത്ത രീതിയിൽ നമ്മളത് കേസ് സ്റ്റഡി ആയിട്ടൊക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇപ്പൊ റിസർച്ചിലൊക്കെ ഉപയോഗിക്കും. അതും ക്ലയന്റിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ യാതൊരു കാരണവശാലും ക്ലയന്റിന്റെ ഇൻഫർമേഷൻ പുറത്തു പോകാതെ നോക്കുക എന്നുള്ളത് സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ ആക്സസ് ടു റെക്കോർഡ്സ്, അതായത് ക്ലയന്റിന് ഒരു റൈറ്റ് ഉണ്ട്, ക്ലയന്റുമായി ബന്ധപ്പെട്ട സോഷ്യൽ വർക്കറിന്റെ കയ്യിലുള്ള റെക്കോർഡ്സ് ആക്സസ് ചെയ്യാനായിട്ട് ക്ലയന്റിന് അവകാശമുണ്ട്. പക്ഷെ ഇപ്പൊ ക്ലയന്റ് ഇത് വായിച്ചാൽ, ഇപ്പൊ കൃത്യമായൊരു ധാരണ ഇല്ലാത്തൊരു ക്ലയന്റ് ആണെങ്കിൽ ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, അല്ലെങ്കിൽ ക്ലയന്റിന് അതുകൊണ്ട് ഒരു പൊട്ടൻഷ്യൽ ഹാം ഉണ്ടാവും എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളത് ലിമിറ്റ് ചെയ്യേണ്ടി വരും ക്ലയന്റിന്റെ ആക്സസ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ. പാനിക് ആവാനായിട്ടുള്ള ഒന്നുമില്ല. ചിലപ്പോൾ ക്ലയന്റിന് മേ ബി അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാവുന്നുണ്ടെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ്സിലുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സോഷ്യൽ വർക്കേഴ്സ് ഈ റെക്കോർഡ്സിന്റെ ആക്സസിലും ഇത് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവരും വന്ന് തുറന്നു നോക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിലൊന്നും ആയിരിക്കരുത് ഇതിന്റെ ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് റെക്കോർഡ്സ് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ സെക്ഷുവൽ റിലേഷൻഷിപ്സ്, നമ്മൾ യാതൊരു കാരണവശാലും നമ്മളുടെ കറന്റ് ഓർ ഫോർമർ ക്ലയൻസുമായിട്ടോ ക്ലയൻസുമായി ബന്ധപ്പെട്ട ക്ലയൻസിന്റെ റിലേറ്റീവ്സോ ആയിട്ടോ, അല്ലെങ്കിൽ ക്ലയന്റ് അത്രയും കംഫർട്ടബിളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ഉള്ള മറ്റാളുകളായിട്ടൊന്നും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്കൊന്നും പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഇൻ ദ ഫ്യൂച്ചർ ക്ലയന്റിന് ഒരു പൊട്ടൻഷ്യൽ ഹാം ഉണ്ടാക്കാവുന്ന, അല്ലെങ്കിൽ ക്ലയന്റിന് ഒരു ഇഫക്റ്റീവ് ഇന്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളിലേക്കാണ് പോകുക എന്നുള്ളതാണ്. പിന്നെ ഫിസിക്കൽ കോണ്ടാക്ട്, നമ്മളൊരു ക്ലയന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലയന്റ് ഒരു പ്രോപ്പർ ഇന്റർവെൻഷൻ കൊടുക്കുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഹാം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റുകളും ക്ലയന്റുമായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഫിസിക്കൽ കോണ്ടാക്ട് എന്താ പറയാ, കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറീസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഫോർ സെറ്റിംഗ് ക്ലിയർ, അപ്രോപ്രിയേറ്റ് ആൻഡ് കൾച്ചറലി സെൻസിറ്റീവ് ബൗണ്ടറീസ് നമ്മൾ പാലിക്കണം ഒരു ക്ലയന്റുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ. മേ ബി ഒരു ഷേക്ക് ആൻഡ് ഇസ് ഫൈൻ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ മാത്രം, അപ്പുറത്തേക്ക് ഒരു ഫിസിക്കൽ ടച്ച് അധികം നമ്മൾ ഇൻവോൾവ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ്.
പിന്നെ സെക്ഷൽ ഹരാസ്മെന്റ്, യാതൊരു കാരണവശാലും ക്ലയന്റിനെ സെക്ഷലി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുക അല്ലെങ്കിൽ അതർ വെർബൽ ഓർ ഫിസിക്കൽ കണ്ടക്ട് ഓഫ് സെക്ഷൽ നേച്ചർ ഒന്നും എക്സ്പ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡെറഗേറ്ററി ലാംഗ്വേജ്, യാതൊരു കാരണവശാലും ഡെറഗേറ്ററി ടൈപ്പ് അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും ക്ലയന്റിന്റെ അടുത്ത് ഉപയോഗിക്കാതിരിക്കുക. അതിപ്പോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ നമ്മളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു റെസ്പെക്ട്ഫുൾ രീതിയിൽ വേണം സംസാരിക്കാനായിട്ട് എല്ലാ കമ്മ്യൂണിക്കേഷൻസിലും. അത് ക്ലയന്റിനോടാണെങ്കിലും ക്ലയന്റിനെ കുറിച്ച് നമ്മൾ വേറെ ഒരാൾ പറയുമ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ള, പ്രൊഫഷണൽ രീതിയിൽ സംസാരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഡെറഗേറ്ററി ലാംഗ്വേജ് എന്നുള്ള എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പേയ്മെന്റ് ഫോർ സർവീസസ്, നമ്മൾ കൃത്യമായിട്ട് ഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് ക്ലയന്റിനെ ഇൻഫോം ചെയ്യുക. ഫീസ് ഓൾവേസ് ഷുഡ് ബി ഫെയർ, റീസണബിൾ. പിന്നെ നമ്മൾ കൊടുത്ത സർവീസിനനുസരിച്ചുള്ള ഒരു ഫീ ആയിരിക്കണം. പിന്നെ നമ്മൾ ഗുഡ്സ് ഓർ സർവീസസ് തിരിച്ച് വാങ്ങുക, അതായത് നമ്മൾ സർവീസ് കൊടുത്തു അതിന് പകരം മറ്റ് സാധനങ്ങൾ തിരിച്ച് ഫീ ആയിട്ട് വാങ്ങുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ബാർട്ടർ സിസ്റ്റം ഒന്നും അത്ര അലൗഡ് അല്ല. പിന്നെ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഒരു കസ്റ്റം ഒക്കെ ഉണ്ടാവും ചില സ്ഥലത്തൊക്കെ. അപ്പൊ അത് ഗിഫ്റ്റ് ഇപ്പൊ എന്താ സെൻസ് നമുക്കൊരു ചെറിയൊരു പെൻ തന്നു അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെ, പിന്നെയും അതൊക്കെ കൾച്ചറലി ആണത് പറയാ. അതായത് പല കൾച്ചറിൽ അത് പല രീതിയിലാണ്, അത് അലൗഡ് ആണ് അല്ല അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സാഹചര്യം അനുസരിച്ചും കഴിവതും അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കി ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ പ്രോപ്പർ ഫീ ആണ് നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഒരു ഫീ നമുക്ക് തന്നില്ല, ക്ലയന്റ് നമുക്ക് ഫീ തന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ഫീസ് നമ്മൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നുള്ളതാണ്. ആ ഒരു ക്ലയന്റ് വളരെയധികം പൊട്ടൻഷ്യൽ ഹാം ഉണ്ടാവാനായിട്ടുള്ള സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അത്രയും വൾണറബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കഴിവതും ആ സർവീസ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഈ സർവീസ് നമുക്ക് ഇനി തുടരാൻ പറ്റില്ല. അതൊക്കെ ഇനീഷ്യലി നമ്മൾ പറയും, നമ്മൾ എത്രയാണ് ഇതിന്റെ സർവീസ് ചാർജ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ അത് പേ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസസ് എന്താണ് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ക്ലയന്റ് ഹു ലാക്ക് ഡിസിഷൻ മേക്കിംഗ്, പിന്നെ ഒരു കാര്യമുള്ളത് പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളൊരു ഏജൻസിയിലായിരിക്കാം വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആ ഏജൻസിയിൽ നിന്ന് നമുക്കൊരു പേയ്മെന്റ് കിട്ടുന്നുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇൻഡിവിജ്വലി നമ്മൾ ഓരോ ക്ലയന്റിന്റെ അടുത്തൊന്നും ഫീ വാങ്ങാൻ പാടില്ല എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് വൺ, ക്ലയന്റ്സ് ഹു ലാക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. ചില ക്ലയന്റ്സിന് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലയന്റിന്റെ ഇൻട്രസ്റ്റും റൈറ്റിനൊക്കെ സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിൽ ആവശ്യമായ ഹെൽപ്പ് ഒക്കെ ക്ലയന്റ് ചെയ്തു കൊടുക്കുക. അപ്പോഴും നമ്മൾ ക്ലയന്റിനെയാണ് ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്, പക്ഷെ ക്ലയന്റിനെ അത് എടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇന്ററപ്ഷൻ ഓഫ് സർവീസസ്, റീസണബിൾ ആയിട്ടുള്ള അൺറീസണബിൾ ആയിട്ടുള്ള ചില റീസൺസും ഉണ്ട്. ഇപ്പൊ ക്ലയന്റ് തന്നെ ഈ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല. അതായത് ഇപ്പൊ അൺഅവൈലബിലിറ്റി, അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്ലയന്റ് ഒരു അസുഖം വന്നു, ഒരു ഡിസബിലിറ്റി വന്നു, അല്ലെങ്കിൽ നിയർ വൺ ഒരു ആളുടെ ഡെത്ത് സംഭവിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂലം ഈ ക്ലയന്റ് ഈ സർവീസസ് എടുക്കുന്നത് നിർത്തി. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് എന്നിട്ടും സർവീസസ് നിർത്തി. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് കുറച്ച് എഫേർട്ട് ഒക്കെ വേണം ഈ ഒരു സർവീസസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും കൂടെ നമ്മളുടെ ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ ടെർമിനേഷൻ ഓഫ് സർവീസസ്, സർവീസസ് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പല റീസൺസ് ഉണ്ട്. അതായത് ക്ലയന്റിന് ഇനി ആവശ്യമില്ല, അതായത് ഈ ക്ലയന്റ് ഇപ്പൊ ഓക്കെ ആണ്, ആ ഒരു വ്യക്തിയെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ഇനിയിപ്പോ എന്റെ ഹെൽപ്പ് ആവശ്യമില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു സർവീസ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റീസണബിൾ സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. അതായത് ഇപ്പൊ ക്ലയന്റ് ഇനിയും നീഡ്സ് ആവശ്യമുള്ള ക്ലയന്റുകളാണെങ്കിൽ നമ്മൾ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്ന ഒരു ക്ലയന്റ് ആണ്, അല്ലെങ്കിൽ വളരെയധികം പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു ക്ലയന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള കൺസിഡറേഷൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മൾ ഹലോ മാം, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ് കുറച്ചധികം നേരത്തേക്ക്. എല്ലാവർക്കും ഉണ്ടോ?
ഒന്ന് പറയോ? എനിക്കുണ്ടായിരുന്നു. എവിടെ നിന്നാ ബ്രേക്ക് ആയത്? ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ചധികം സ്ഥലത്തൊരു 1 വേർഡ് സെന്റൻസ് ഒക്കെ മിസ്സായി, പിന്നെ അങ്ങ് വർക്ക് ആവും. ഞാൻ എവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയോ? മാം ലാസ്റ്റ് പറഞ്ഞില്ലേ, ഇന്ററപ്ഷൻ ഓഫ് സർവീസസിന്റെ ലാസ്റ്റ് പറഞ്ഞില്ലേ, ഒരാള് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് വീണ്ടും ചെയ്യും. അത് കഴിഞ്ഞ് ടെർമിനേഷൻ ഓഫ് സർവീസിന്റെ മുതൽ തുടങ്ങിയാൽ മതിയാവും. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പറയണേ. ഓക്കെ. ടെർമിനേഷൻ ഓഫ് സർവീസസ് എന്ന് പറയുന്നത് ക്ലയന്റിന് ഇനി ഈ ഒരു സർവീസിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ക്ലയന്റും ഈ ഒരു സോഷ്യൽ വർക്കറും സെറ്റ് ചെയ്ത ഗോളുകളൊക്കെ അച്ചീവ് ചെയ്തു, ക്ലയന്റിന്റെ പ്രോബ്ലം സോൾവ് ആയി എന്നുള്ള രീതിയിൽ നമുക്ക് സർവീസസ് ടെർമിനേറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം ക്ലയന്റിന് ഇനി ഈ സോഷ്യൽ വർക്കറിന്റെ ആവശ്യമല്ല ഉള്ളത്, നെക്സ്റ്റ് വേറൊരു സർവീസ് പ്രൊവൈഡറെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യും. ആ രീതിയിൽ നമുക്ക് ഈ ഒരു സർവീസസ് ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു ഓവർ ഡ്യൂ ബാലൻസ് നിൽക്കുകയാണ്, പേയ്മെന്റുകൾ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ ക്ലയന്റ് ഒരു വളരെയധികം ഒരു അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ക്ലയന്റ് ആണ്, അല്ലെങ്കിൽ സെൽഫ് ഹാം ഒക്കെ ചെയ്യാൻ നിൽക്കുന്ന ഒരു ക്ലയന്റ് ആണ്, അല്ലെങ്കിൽ മറ്റു കോൺസിക്വൻസസ് മേ ബി ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിവതും ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തിട്ട് ടെർമിനേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. പിന്നെ വരുന്ന കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ഒരു ഏജൻസി വിട്ടുപോവാണ്, നമ്മൾ ആസ് എ സോഷ്യൽ വർക്കർ ആ ഏജൻസി വിട്ടുപോകുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ക്ലയന്റിനെ ഇൻഫോം ചെയ്യണം. അതായത് ഞാനിങ്ങനെ ഏജൻസി പിരിഞ്ഞു പോവാണ്, സോ നിങ്ങൾക്ക് ഇനി സർവീസസിന് മേ ബി നെക്സ്റ്റ് ഒരാൾ വരും, അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഓക്കെ വിത്ത് ദാറ്റ് എന്റെ അടുത്ത് സർവീസസ് ഇനിയും സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓക്കെയാണ്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതൊക്കെയാണ് ടെർമിനേഷൻ ഓഫ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ക്ലയന്റ്സിനോടുള്ള എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആസ് എ സോഷ്യൽ വർക്കർ. അതായത് ക്ലയന്റിന്റെ ഇൻട്രസ്റ്റിനാണ് എപ്പോഴും പ്രധാനം. പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളത് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു കേസ് പറഞ്ഞു. ക്ലയന്റ് ആണ് തീരുമാനിക്കേണ്ടത്. ചില സമയത്ത് പ്രൊഫഷണലി നോക്കുമ്പോൾ ക്ലയന്റ് എടുക്കുന്ന തീരുമാനം ശരിയല്ല എന്നുണ്ടെങ്കിലും നമ്മളവിടെ ഇടപെടേണ്ടി വരും. ക്ലയന്റിന്റെ കൺസെന്റ് എപ്പോഴും വാങ്ങിയിരിക്കണം. അല്ലെങ്കിൽ കൺസെന്റ് വാങ്ങാത്ത സമയത്ത് ക്ലയന്റ് അത് കൺസെന്റ് തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ക്ലയന്റിന്റെ അത്രയും റെസ്പോൺസിബിൾ ആയിട്ടൊരു പേഴ്സൺ ഉണ്ടാവും, അയാളുടെ അടുത്ത് നിന്ന് പെർമിഷൻ എടുക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി നമ്മൾ കോമ്പീറ്റന്റ് ആയിരിക്കണം, അതിനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാവണം. കൾച്ചറൽ ഡിഫറൻസസ്, സോഷ്യൽ ഡൈവേഴ്സിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കോൺഫ്ലിക്റ്റുകൾ വരുന്ന സമയത്ത് മാക്സിമം ഇംപാർഷ്യൽ ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് പ്രൊഫഷണൽ ബേസിസിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. ക്ലയന്റിന്റെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. എപ്പോഴാണ് അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയന്റ് ഒരു സെൽഫ് ഹാം ചെയ്യും എന്നുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ക്ലയന്റിന്റെ നിയർ ബൈ ആളുകൾക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഒരു അപകടം ക്ലയന്റ് വരുത്തി വെക്കും എന്നുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ലീഗൽ റിക്വയർമെന്റ് വരികയാണ്, നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ എന്ന് വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക. പിന്നെ ആക്സസ് ടു റെക്കോർഡ്സ്, ക്ലയന്റിന് ആക്സസ് ഉണ്ട്. ആ ആക്സസ് ചെയ്യുന്ന വഴി ക്ലയന്റിന് എന്തെങ്കിലും പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ് വരാമെന്നുണ്ടെങ്കിൽ നമുക്കത് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലയന്റുമായിട്ട് യാതൊരു വിധത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്സ് ക്ലയന്റുമായിട്ട് പാടില്ല, ഫോർമർ ക്ലയന്റ് ആയിക്കോട്ടെ കറന്റ് ക്ലയന്റ് ആയിക്കോട്ടെ. പിന്നെ ക്ലയന്റിന്റെ നിയർ റിലേറ്റീവ്സോ അങ്ങനെ ആരുമായിട്ട് പാടില്ല. ഫിസിക്കൽ കോണ്ടാക്ട് വളരെ ശ്രദ്ധിച്ചിട്ടുള്ള, പ്രൊഫഷണൽ ഫിസിക്കൽ കോണ്ടാക്ട് അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്ട് പാടുള്ളൂ. സെക്ഷൽ ഹറാസ്മെന്റ് ക്ലയന്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഡെറഗേറ്ററി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടില്ല. സർവീസസിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കുറവുള്ള ഒരു ക്ലയന്റ് ആണെങ്കിൽ നമ്മൾ ആ ക്ലയന്റിന് അതനുസരിച്ചിട്ടുള്ള ഇന്റർവെൻഷൻസ് കൊടുക്കുക, എന്നിട്ട് ആ രീതിയിൽ ക്ലയന്റ് എക്യുപ്പ് ചെയ്യാന്നുള്ളതാണ്. സർവീസസ് ഇന്ററപ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ഇപ്പൊ പേയ്മെന്റ് കൃത്യമായിട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റെഫറൽ കൊടുക്കേണ്ട ഒരു കേസാണ്, അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഒരു ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്തു, ആ രീതിയിലാണ് ഇന്ററപ്ഷൻ നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ടെർമിനേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഇന്ററപ്ഷൻ നമ്മൾ പറഞ്ഞത് ക്ലയന്റിന് ഒരു ഇൽനെസ് വരികയാണ്, അല്ലെങ്കിൽ ഡെത്ത് വരികയാണ്. ക്ലയന്റിനല്ല, ക്ലയന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡെത്ത് വരുന്നത്, അൺഅവൈലബിലിറ്റി, റീലൊക്കേഷൻ, ഇതൊക്കെ മൂലം സർവീസസ് ഇന്ററപ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കഴിവതും അതെങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള എഫേർട്ട്, റീസണബിൾ എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ടെർമിനേഷൻ വരുന്നത് റെഫറൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബില്ല് പേ ചെയ്യുന്നില്ല. ഇനിയിപ്പോ ബില്ല് പേ ചെയ്യുന്നില്ല പക്ഷെ ക്ലയന്റിന് ഒരു പൊട്ടൻഷ്യൽ ഒരു സീരിയസ് ഹാം മേ ബി വരാം എന്നൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ബില്ല് അടയ്ക്കണം അല്ലെങ്കിൽ ബില്ല് പേ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്ലയന്റിനെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ടെർമിനേഷൻ ഓഫ് സർവീസസിൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ?
ഹലോ, ക്ലിയർ ആണ്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ വർക്കേഴ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടു കൊളീഗ്സ്. ഇത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ, ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതില്ല. നമ്മൾ നമ്മുടെ കൊളീഗ്സുമായിട്ട് റെസ്പെക്ട്ഫുള്ളി ബിഹേവ് ചെയ്യുക എന്നുള്ളത്, അവരുടെ ഒരു നോളേജ് ആയിക്കോട്ടെ, സ്കിൽ സെറ്റ് ആയിക്കോട്ടെ, ടെക്നിക്സ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യുക. അവരുടെ ഒപ്പീനിയൻസ് ആയിക്കോട്ടെ, ഡിസഗ്രിമെന്റ്സ് ആകാം മേ ബി, അതിനൊക്കെ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ റെസ്പെക്ട് ചെയ്യുക. കോൺഫിഡൻഷ്യാലിറ്റി, നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഒരു പേഷ്യന്റിനെ കുറിച്ച് നമ്മളെ കൊളീഗുമായിട്ട് ഡിസ്കസ് ചെയ്യും ഫോർ പ്രൊഫഷണൽ റീസൺസ്. അങ്ങനെ വരുമ്പോഴും ഈ ഒരു ക്ലയന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട, അത് കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും ഒരു മെസ്സേജ് ചെയ്തായിരുന്നു? പറഞ്ഞു. ഇതിലെ നമ്മള് ഒരു കേസ് ഒക്കെ ഉദാഹരണമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും പറയുന്നില്ലെങ്കിൽ തന്നെ, നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു ഉദാഹരണമായിട്ട് പറയുന്ന സമയത്ത് അത്തരം നമുക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കേസ് പറയുവാണെങ്കിൽ അവരുടെ കൺസെന്റ് എടുക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു കൗൺസിലർ ആണ്, അവർ വേറൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവര് ഈ പറയുന്ന ക്ലയന്റിന്റെ ആ ഒരു ഇതിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ വരുമ്പോൾ പോലും നമ്മൾ കൺസെന്റ് എടുക്കണം എന്നാണ് പറയണേ. അത് ഡിപ്പെൻസ്. ഇപ്പൊ നമ്മള് ആ ലെവലിൽ കൺസെന്റ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അങ്ങനെ നടക്കുന്നുണ്ടോ പക്ഷെ എനിക്ക് അറിയില്ല. നമ്മള് കോഡ് ഓഫ് എത്തിക്സ് പ്രകാരം പറയുമ്പോൾ അത് എടുക്കണം എന്നാണ് പറയാ. ഇപ്പൊ നമ്മൾ പേരൊക്കെ മാറ്റുമ്പോൾ മേ ബി കൺസെന്റ് എടുക്കാത്ത കേസുകളും ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആസ് പെർ കോഡ് ഓഫ് എത്തിക്സ് നമ്മളത് എടുക്കണം എന്നാണ്. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ ഈ സിറ്റുവേഷൻ പറഞ്ഞു, ഒരു ക്രൈം ചെയ്തിട്ട് വന്ന ആളാണ്, അയാൾക്കാണ് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നതെങ്കിൽ ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അയാൾ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ റിവീൽ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി നമ്മൾ പറയണം. അങ്ങനെയാണ്. അതായത് ഇപ്പോ ക്ലയന്റ് വരുന്നു, ക്ലയന്റ് ആകെ ഡിവാസ്റ്റേറ്റഡ് ആയ, ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം. പക്ഷെ ക്ലയന്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതിപ്പോ ഏത് വിധത്തിലുള്ള ഒരു ക്രൈം ആണെങ്കിലും ലീഗലി അത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് അത് പറയാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ നമ്മൾ ക്ലയന്റിന് ഇന്റർവെൻഷൻ കൊടുക്കല് അത് ഉണ്ട്. പക്ഷെ ക്ലയന്റ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് അതോറിറ്റീസിനെ അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില സമയത്ത് നമുക്ക് ക്ലയന്റിന്റെ ഇൻട്രസ്റ്റ് ആവില്ല പ്രധാനം, നമുക്ക് സൊസൈറ്റിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റത്തോടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവിടെ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു ക്രൈം ചെയ്തിട്ടൊരു ക്ലയന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ്. ക്ലിയർ ആയോ? അപ്പോ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാന്നുള്ളത്. പിന്നെ ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ. നമ്മൾ ആസ് എ സോഷ്യൽ വർക്കർ നമ്മൾ മാത്രമായിട്ടാവില്ല വർക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ മുൻപ് ഒരു NGOയിലാണ് വർക്ക് ചെയ്തത്, ഹോസ്പിറ്റൽ സെറ്റിംഗിലാണ് വർക്ക് ചെയ്തത്. അവിടെ നമുക്കൊരു IDT ഉണ്ട്, ഇന്റർ ഡിസിപ്ലിനറി ടീമുണ്ട്. അതിന്റെ അകത്ത് ഡോക്ടേഴ്സ് ഉണ്ടാകും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാകും, നഴ്സ് ഉണ്ടാകും, സോഷ്യൽ വർക്കർ ഉണ്ടാകും, സൈക്കോളജിസ്റ്റ് ഉണ്ടാകും. നമ്മൾ എല്ലാ ദിവസവും മീറ്റിംഗ് കൂടും, IDT മീറ്റിംഗ് കൂടി ഓരോ ഇൻപേഷ്യന്റിന്റെയും കേസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഓരോ ആൾക്കാർക്കും ഓരോ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ ഡോക്ടർ പറയാണ് ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഇപ്പൊ റീസെന്റ് ഇങ്ങനെ ഒരു ഡിസീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നഴ്സ് പറയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ബെറ്റർ ഇരിക്കുന്നുണ്ടെന്ന് നഴ്സ് പറയുന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് പറയുന്നു ഫിസിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് പറയാണ് ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു തെറപ്പിയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പെയിന്റെ ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്, പെയിൻ മാനേജ്മെന്റ് ആ തെറപ്പിസ്റ്റ് ആ ഒരു പേഷ്യന്റിന് ആവശ്യമാണെന്ന് സൈക്കോളജിസ്റ്റ് പറയുന്നു. അപ്പൊ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു ഇൻപുട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു സോഷ്യൽ വർക്ക് സെറ്റിംഗിൽ വർക്ക് ചെയ്യുമ്പോൾ പല പ്രൊഫഷണൽസുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോ ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ ഓരോ പ്രൊഫഷണൽസിനെയും റെസ്പെക്ട് ചെയ്യുക, അവരുമായിട്ടൊരു കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ആ സമയത്ത് പ്രൊഫഷണൽ ഡിസ്പ്യൂട്ട്സ് മേ ബി വരാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോഡ് ഓഫ് എത്തിക്സും അവരുടെ ഒരു കാര്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസസ് വരാം. അപ്പൊ കൃത്യമായിട്ടൊരു ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ ആവശ്യമാണ്. അവരുടെ പെർസ്പെക്റ്റീവ്സിനെയും വാല്യൂസിനെയും എക്സ്പീരിയൻസിനെയും ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എത്തിക്കൽ കൺസേൺസ് വരാം, ഡിസഗ്രിമെന്റ്സ് വരാം. അതൊക്കെ കൃത്യമായിട്ട് റിസോൾവ് ചെയ്യണം. കൃത്യമായിട്ട് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഹയർ ഒരു ആളോട് നമ്മൾ അതിനെ കുറിച്ച് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആളോട് കൺസൾട്ടേഷൻ എടുത്ത് നമ്മളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെയാണ് ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്പ്യൂട്ട്സ് ഇൻവോൾവിംഗ് കൊളീഗ്സ്.
നമ്മൾ മേ ബി കൊളീഗ്സുമായിട്ട് ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒരു വർക്ക് പ്ലേസ് അല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുത് എന്നുള്ളൊരു കേസാണ്. അതായത് ഒരു കൊളീഗും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊളീഗും ആ ഒരു ഓർഗനൈസേഷനിൽ ആ ജോലി കൊടുക്കുന്ന എംപ്ലോയറും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് വെക്കുക. അതിനെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് നമ്മളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യരുത്. പിന്നെ ക്ലയൻസിന് ഒരിക്കലും ഇതിലേക്ക് ഡ്രാഗ് ചെയ്യരുത് എന്നുള്ളതാണ്. കൊളീഗ്സുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ പല സ്ഥലത്തും കാണും, നമ്മളൊരു ഓഫീസിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് നമ്മളൊരു സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാന്ന് വെക്കി. ആ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാർ കൂടി അവിടുത്തെ ഓഫീസ് ഗോസിപ്പുകൾ പറയുന്നു, അല്ലെങ്കിൽ വേറെ ഒരാളെ കുറ്റം പറയുന്നു, ലീവ് തന്നില്ല, ഷിഫ്റ്റ് മാറ്റി തന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറ്റങ്ങൾ നമ്മൾ കേൾക്കലെ പറയുന്നു. അത് നല്ല ഇംപ്രഷൻ ഉണ്ടാകുന്ന ഒരു പരിപാടിയാണോ? അല്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മളുടെ പ്രൊഫഷണൽ സെറ്റിങ്ങിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് ക്ലയന്റിനെ ഇൻവോൾവ് ചെയ്യിക്കാതെ നോക്കുക, ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. പിന്നെ കൺസൾട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇപ്പോ ചില കാര്യങ്ങളിൽ ഒരു എക്സ്പെർട്ടീസ് കുറവുണ്ടാവും, ഇനി നമുക്ക് ഒരു അഡ്വൈസ് ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ കൊളീഗ്സുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുക. അതായത് അതിൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളെ നമ്മൾ കൺസൾട്ട് ചെയ്യുക. ക്ലയന്റിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എവിടെയാണ്, എങ്ങനെയാണോ നടക്കുക ആ രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഒരു കൺസൾട്ടേഷന് പോവുക. അതായത് നമ്മൾ പോകുന്ന കൊളീഗ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ എക്സ്പെർട്ടീസും കോമ്പിറ്റൻസി ഒക്കെ ഉള്ള ഒരാളായിരിക്കണം. We should get the advice only from colleagues who have demonstrated knowledge, expertise and competence. നമ്മൾ എന്ത് കാര്യത്തെ കുറിച്ചാണോ ചോദിക്കാൻ പോകുന്നത് ആ ഒരു ഏരിയയിൽ അറിവും വിവരവും പരിചയമൊക്കെയുള്ള ആളോട് വേണം ചോദിക്കാൻ പോകാൻ. അതാണ് കൺസൾട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റെഫറൽ ഫോർ സർവീസസ്. നമ്മളുടെ ക്ലയന്റിനെ വേറെ ആൾക്ക് റെഫർ ചെയ്യാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കേസ് വർക്കർ ആയിട്ടുള്ള എന്റെ അടുത്ത് വന്നൊരു പേഷ്യന്റിന് ഒരു ഗ്രൂപ്പ് വർക്ക് ഇന്റർവെൻഷന്റെ ആവശ്യമുണ്ട്. നമ്മളപ്പോ ഗ്രൂപ്പ് വർക്കർക്ക് റെഫർ ചെയ്യാണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കണം. ഒരു ട്രാൻസ്ഫർ ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ക്ലയന്റിനെ കൈമാറുക എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇത് ക്ലയന്റിന്റെ കൺസെന്റോട് കൂടി ഇപ്പൊ ക്ലയന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ ഈ ഒരു ഇന്റർവെൻഷൻ ആവശ്യമാണെങ്കിൽ അത് നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മൾ കൃത്യമായിട്ട് ക്ലയന്റിനോട് പറയണം, നമ്മൾ ഇനി നിങ്ങളൊരു ഇന്നൊരാൾക്ക് റെഫർ ചെയ്യാൻ പോവാണ്, അവിടെ ഇന്ന സർവീസസും കൂടെ കിട്ടുമ്പോൾ മാം അല്ലെങ്കിൽ സാറിന്റെ പ്രശ്നങ്ങൾ ബെറ്റർ ആവും അല്ലെങ്കിൽ ഓക്കെ ആവും. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഇന്ന ഇൻഫർമേഷൻ ഒക്കെ അവരോട് പറയും, എന്നാലാണ് നമുക്കത് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ നമുക്ക് ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളെടുത്തുന്ന ഒരു ക്ലയന്റ്, ആ ക്ലയന്റിന് നമ്മൾക്ക് അറിയാവുന്ന ഒരു സർവീസും ക്ലയന്റിന് ആവശ്യമില്ല. സോ നമ്മൾ ആ ക്ലയന്റിന് അത് ആവശ്യമുള്ള അത് ആർക്കാണത് കൊടുക്കാൻ പറ്റുക ആ ഒരാൾക്ക് റെഫർ ചെയ്യണം. അങ്ങനെ ഒരു കേസിൽ പേയ്മെന്റുകൾ വാങ്ങാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റെഫറൽ ഫോർ സർവീസസ് ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലയന്റിന് നമ്മൾ ഒരു സർവീസും കൊടുത്തില്ല, ജസ്റ്റ് ഒരു റെഫറൽ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ് അതിന് പൈസ വാങ്ങാതിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് റെഫറൽ ഫോർ സർവീസസിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്സ് നമ്മൾ പറഞ്ഞു, ഓഫീസ് സെറ്റിംഗിൽ അങ്ങനെയുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് കൊളീഗ്സ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാണ്, അപ്പൊ ഞാനിപ്പോ ഒരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു, അപ്പൊ നമ്മളുടെ കീഴിൽ ആരൊക്കെ ഉണ്ടാവും, ഇപ്പൊ ഇന്റേൺഷിപ്പിന് വരുന്ന ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ കീഴിൽ വരുന്ന നമ്മളുടെ സ്റ്റുഡൻസ്, ട്രെയിനീസ്, കൊളീഗ്സ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുക, അവരോട് സെക്ഷലി മിസ്കണ്ടക്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് കൊളീഗ്സ് ആയിട്ടാണെങ്കിലും നമ്മളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടാണെങ്കിലും ഒന്നും അത് പാടില്ല. പിന്നെ സെക്ഷൽ ഹറാസ്മെന്റ് നെക്സ്റ്റ് ലെവലിലോട്ടായി. വർക്ക് പ്ലേസിൽ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സൂപ്പർവൈസീസ്, സ്റ്റുഡൻസ്, ട്രെയിനീസ്, കൊളീഗ്സ് ഇവരായിട്ടൊന്നും അത് സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള രീതിയിലേക്കുള്ള ആക്ടുകളൊന്നും പാടില്ല. സെക്ഷൽ അഡ്വാൻസസ് അല്ലെങ്കിൽ സെക്ഷൽ സോളിസൈറ്റേഷൻ, സെക്ഷൽ ഫേവേഴ്സ് റിക്വസ്റ്റ് അല്ലെങ്കിൽ വെർബൽ അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടക്ട്, ഏതൊരു രീതിയിലും സെക്ഷൽ നേച്ചറിൽ യാതൊരു വിധത്തിലുള്ള കണ്ടക്റ്റും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇമ്പയർമെന്റ് ഓഫ് കൊളീഗ്സ്. ചില സമയങ്ങളിൽ നമ്മളുടെ ഒരു സോഷ്യൽ വർക്കർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മളുടെ ഒരു സോഷ്യൽ വർക്ക് കൊളീഗിന് ഒരു ഇമ്പയർമെന്റ് സംഭവിച്ചു. അതായത് ഉദ്ദേശിച്ചത് ആ വ്യക്തിക്ക് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായി, അല്ലെങ്കിൽ സൈക്കോളജിക്കലി ചില ഇഷ്യൂസ് ഉണ്ടായി, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് അയാൾക്ക് കൂടി, മെന്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. വർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ക്ലയന്റിനോട് പേഴ്സണലി സംസാരിക്കണം. ഓക്കെ, ഞാൻ ഇന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്തു, വളരെ റൂഡായിട്ടാണ് പേഷ്യന്റിനോട് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത്, യു നീഡ് സം റെസ്റ്റ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൂടെ ചെയ്താലാണ് നമുക്കിത് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലയന്റിന് നമ്മുടെ കൊളീഗിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു ഇമ്പയർമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് റെമഡി ചെയ്യാനായിട്ട് നമ്മൾ ആ കൊളീഗിന്റെ ഒപ്പം നിൽക്കുക. ഒരു ഫ്രറ്റേണിറ്റി ഉദ്ദേശിച്ചാണ് പറയുന്നത്. നമ്മൾ ആ കൊളീഗിന് വേണ്ടി ചെയ്യാവുന്ന ഹെൽപ്പുകൾ ചെയ്യുക, കൊളീഗിനെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുക. പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ വർക്ക് ചെയ്യുന്നത്, കുറച്ചുകൂടി എഫക്റ്റീവ് ആവാനുണ്ട്, അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് കുറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊളീഗിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഇമ്പയർമെന്റ് ഓഫ് കൊളീഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻകോമ്പീറ്റൻസ് ആണെങ്കിൽ, അതായത്
നമ്മളുടെ കൊളീഗ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടാസ്ക് അയാൾ വളരെയധികം ഇൻകോമ്പിറ്റന്റ് ആണ്, ഇനി അയാൾ അതിന് എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കൊളീഗിനോട് അത് പറഞ്ഞ് മനസ്സിലാക്കുക. എപ്പോഴാണ് നമുക്ക് പറ്റുന്നത് വെച്ചാൽ മനസ്സിലാക്കുക. കൊളീഗിന് ഒരു റെമഡിയൽ ആക്ഷൻ, അതിന് എന്ത് റെമഡിയാണോ ചെയ്യാൻ പറ്റുക അതിനുള്ള ഹെൽപ്പ് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ NASW അനുസരിച്ചിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് പ്രകാരമൊക്കെ അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അത് ഇല്ല എന്നുണ്ടെങ്കിൽ അഡിക്വേറ്റ് സ്റ്റെപ്സ് എടുക്കണം. ഇപ്പൊ അത് അൾട്ടിമേറ്റ് എക്സ്ട്രീം ഒരു പോയിന്റ് നമ്മളത് കൺസേൺ അതോറിറ്റീസിനെ അറിയിക്കേണ്ടി വരും. ഈ ഒരു വ്യക്തി ഇതിൽ എത്ര കോമ്പിറ്റന്റ് അല്ല, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൺഎത്തിക്കൽ കണ്ടക്ട് ഓഫ് കൊളീഗ്സ്, നമ്മൾ അഡിക്വേറ്റ് മെഷേഴ്സ് എടുക്കണം. അതായത് ഒരു കൊളീഗ് അൺഎത്തിക്കൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ, ഏരിയ ഓഫ് സോഷ്യൽ വർക്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ അൺഎത്തിക്കലി ആണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡിസ്കറേജ് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും അത് മറ്റുള്ളവരുടെ അടുത്തത് കൃത്യമായിട്ട്, മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത് ബന്ധപ്പെട്ട അതോറിറ്റീസിനെ അറിയിക്കാനും അത് കറക്റ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. നമ്മളൊരു സോഷ്യൽ വർക്ക് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അൺഎത്തിക്കൽ ബിഹേവിയർ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കോഡ് ഓഫ് എത്തിക്സ് അനുസരിച്ച് അത് മനസ്സിലാക്കിയിട്ടുള്ള ആളായിരിക്കണം. അൺഎത്തിക്കലി ഒരാള് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള റെസൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ്. പിന്നെ ഇപ്പം സോഷ്യൽ വർക്കേഴ്സ് അവർക്കറിയാം, അതായത് കൊളീഗിനെ കൊളീഗ് അൺഎത്തിക്കലി ആണ് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കണം എന്നുള്ളതൊക്കെ ആ ഒരു ബിലീഫ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം നമ്മള്. അൺഎത്തിക്കൽ കണ്ടക്റ്റിന് ഇതൊക്കെയാണ് അൺഎത്തിക്കൽ കണ്ടക്ട് ഓഫ് കൊളീഗ്സിൽ വരുന്നത്. സോ ഇത്രയാണ് ഒരു കൊളീഗ്സിനോടുള്ള സോഷ്യൽ വർക്കറിന്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. റെസ്പെക്ട് ഉണ്ടായിരിക്കണം, കോൺഫിഡൻഷ്യാലിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് ക്ലയൻസ്, പിന്നെ ഒരുപാട് ഇന്റർ ഡിസിപ്ലിനറി പ്രൊഫഷണൽസിന്റെ കൂടെ ഡീൽ ചെയ്യേണ്ടി വരും. സോ അത് റെസ്പെക്ട്ഫുള്ളി അല്ലെങ്കിൽ പ്രൊഫഷണലി അത് ഡീൽ ചെയ്യാന്നുള്ളത്, കൊളീഗ്സ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ പ്രോപ്പർ ചാനലിലൂടെ അത് റിസോൾവ് ചെയ്യുക. അതിലൊരിക്കലും ക്ലയന്റിനെ ഇൻവോൾവ് ചെയ്യിക്കരുത്. നമ്മൾക്ക് ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ഇല്ലാത്ത ഏരിയാസ് അല്ലെങ്കിൽ അഡ്വൈസ് വേണ്ട സിറ്റുവേഷൻസിൽ ആ എക്സ്പെർട്ടീസ് ഉള്ള ആ എക്സ്പെർട്ടീസ് ഉള്ള കൊളീഗ്സിനെ നമ്മൾ കൺസൾട്ട് ചെയ്യണം. റെഫറൽ ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ട്, അതായത് നമ്മളുടെ ഒരു കൊളീഗിനോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്കൊക്കെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പാലിക്കുക. കൊളീഗ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സൂപ്പർവൈസീസ് അല്ലെങ്കിൽ ട്രെയിനീസ് സ്റ്റുഡൻസും ആയിട്ട് അങ്ങനെയുള്ള ആൾക്കാരായിട്ടൊന്നും സെക്ഷൽ റിലേഷൻഷിപ്സ് ഓർ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് എനി നേച്ചർ അത് നമ്മൾ ഒഴിവാക്കണം. കൊളീഗ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പയർമെന്റ്, പേഴ്സണൽ ട്രാജഡീസ് ഒക്കെ സംഭവിച്ച് ഒരു വർക്കിൽ എഫിഷ്യന്റ് അല്ലാതാകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക അത് റിസോൾവ് ചെയ്യാനായിട്ട്. ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള കൊളീഗ്സ് ആണെങ്കിൽ അവരെ അത് അറിയിക്കുക, യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് വെൽ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇയാൾക്ക് എക്സ്പെർട്ടീസ് കുറവാണെന്നുള്ളത് കൃത്യമായിട്ട് അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക. അൺഎത്തിക്കൽ കണ്ടക്ട് നമ്മുടെ കൊളീഗ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായ കൃത്യമായ അതോറിറ്റീസിനെ അറിയിക്കാനും കറക്റ്റ് ചെയ്യാനും അത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇതൊക്കെയാണ് കൊളീഗ്സിനോടുള്ള എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആസ് എ സോഷ്യൽ വർക്കർ. ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്യണം, നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ടാണ്. അടുത്തത് വരുന്നത് സോഷ്യൽ വർക്കേഴ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻ പ്രാക്ടീസ് എത്തിക്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മേഖലയുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. സൂപ്പർവിഷൻ ആൻഡ് കൺസൾട്ടേഷൻ. സൂപ്പർവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ കീഴിൽ അത് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇന്റേൺസ്, ട്രെയിനീസ്, സ്റ്റുഡൻസ് ഒക്കെ വരും. അപ്പൊ അവരെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ്. കൺസൾട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് കുറവുള്ള ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ വന്നു, നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ക്ലയന്റിന്റെ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ വന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു ക്ലയന്റ് വളരെ എലോൺ ആയിട്ട് ഒരു ഹെൽപ്പും കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് കിടക്കുന്നത്. ആ ക്ലയന്റ് ഒറ്റയ്ക്കാണ്. ആ ക്ലയന്റിന് ഫിസിക്കലി ആ ക്ലയന്റ് ഹാൻഡിക്യാപ്ഡ് ആണ്. ആ ക്ലയന്റിനെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് നമുക്ക് പെർമനന്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം വരികയാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മളുടെ ഒരു കൊളീഗിനോട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള ഒരു കൊളീഗിനോട് നമ്മൾ ചോദിക്കും, ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു പേഷ്യന്റിനെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് പെർമനന്റ് ആയിട്ട് മാറ്റണം, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് നമ്മൾ ചോദിക്കും. സോ നമുക്ക് ഈ എക്സ്പെർട്ടീസ് ഇല്ലാത്തൊരു മേഖലയാണ്, അവിടെ നമ്മൾ എക്സ്പെർട്ടീസ് ഉള്ള ഒരാളോട് ചോദിക്കുകയാണ് ഇന്ന പ്രൊസീജിയേഴ്സ്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്യണം ഈ ഒരു പെർട്ടിക്കുലർ ഒരു ഇന്റർവെൻഷന് വേണ്ടിയിട്ട്, എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, ഇതൊക്കെ ചോദിക്കുന്നതാണ് കൺസൾട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കണ്ടിന്യൂലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളുടെ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ ഫർദർ വരുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അക്വയർ ചെയ്യാനും ഫർദർ ട്രെയിനിങ്ങുകൾ ഈ ഒരു ഏരിയ എക്സ്പാൻഡ് ചെയ്ത് വരുന്ന ഒരു സ്റ്റഡിയാണ് സോഷ്യൽ വർക്ക്. അപ്പൊ അതിൽ പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരുമ്പോൾ ട്രെയിനിങ് എടുക്കാനും പറ്റണം. പിന്നെ നമ്മൾ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടും ട്രെയിനേഴ്സ് ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്ന സമയങ്ങൾ വരും. അപ്പൊ ആ സമയത്ത് കൃത്യമായിട്ട് ആ രണ്ട് ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് പറ്റണം. സ്റ്റുഡൻസ്, നമ്മളുടെ കീഴിൽ വരുന്ന സ്റ്റുഡൻസിനോട് റെസ്പെക്ട്ഫുള്ളി ഫെയർലി ബിഹേവ് ചെയ്യാനായിട്ട് പറ്റണം. അവർക്ക് നല്ല രീതിയിൽ ആ ഒരു സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത്. പെർഫോമൻസ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട പല ഘട്ടങ്ങളുണ്ടാവും പല കാര്യങ്ങളിലും. അപ്പോൾ അത് കൃത്യം ഫെയർ ആയിരിക്കണം, കൺസിഡറേറ്റ് മാനറിലായിരിക്കണം. നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ ഒരു പെർട്ടിക്കുലർ പെർഫോമൻസ്. അതിപ്പോ ഒരു പ്രൊജക്ടിന്റെ പെർഫോമൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇന്റേണിന്റെ പെർഫോമൻസ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി വേണം. ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആയിരിക്കണം, ബയസസ് ഒന്നും പാടില്ല. കൃത്യമായിട്ട് ഇംപാർഷ്യൽ പ്രൊഫഷണൽ ഇവാലുവേഷൻ ആയിരിക്കണം. പിന്നെ ക്ലയന്റ് റെക്കോർഡ്സ്, നമ്മൾ ക്ലയന്റിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഡോക്യുമെന്റേഷൻ എന്നുള്ളത് സോഷ്യൽ വർക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്ര വർഷമൊക്കെ ആയിരിക്കും ഒരു ക്ലയന്റിന്റെ ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ പ്രൈവസി, ഈ ഒരു റെക്കോർഡ് ഇരിക്കുന്നു, ആർക്കും പോയി വായിച്ചു നോക്കാവുന്ന രീതിയിൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബില്ലിംഗ് പ്രാക്ടീസസ്, establish and maintain billing practices that accurately reflect the nature and extent of services provided and that identify who provided the services in the practices. ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവുന്നതാണ്. എന്തൊക്കെ സർവീസസ് അവൈൽ ചെയ്തു, ആര് കൊടുത്തു, അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബില്ലിംഗിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലയന്റ് ട്രാൻസ്ഫർ, നമ്മൾ പറഞ്ഞു വേറൊരു ഏജൻസി നമുക്കൊരു ക്ലയന്റിനെ കിട്ടുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കൊളീഗ് നമുക്കൊരു ക്ലയന്റിനെ തരികയാണ്. നമ്മൾ കെയർഫുള്ളി ആ ക്ലയന്റിന്റെ നീഡ്സ് ആദ്യം തന്നെ അഡ്രസ് ചെയ്യണം. ഈ ക്ലയന്റിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ നമ്മൾ അഡ്രസ് ചെയ്യാനുള്ളതാണ്. അതിന് മുന്നേ നമുക്കൊരാള് ക്ലയന്റിനെ റെഫർ ചെയ്തു, കേട്ട വഴിക്ക് ഓക്കെ ഇങ്ങോട്ട് വിട്ടോ, അല്ലെങ്കിൽ ഞാൻ ആ റെഫറൽ ഞാൻ എടുത്തു എന്നുള്ള ഇതിലല്ല, ആ ക്ലയന്റിന് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ നമ്മളുടെ സർവീസസ് കൊണ്ട് ക്ലയന്റ് ബെനിഫിറ്റ് ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കൺഫ്യൂഷനും കോൺഫ്ലിക്റ്റും അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഒരു പൊട്ടൻഷ്യൽ ക്ലയന്റ്, അത് ക്ലയന്റ് ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ ഈ ഒരു ക്ലയന്റിന്റെ കറന്റ് പ്രോബ്ലം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ക്ലയന്റിനെ റിസീവ് ചെയ്യുള്ളൂ. ഒരു പുതിയ ക്ലയന്റിനെ നമുക്ക് വേറൊരു ഏജൻസി അല്ലെങ്കിൽ കൊളീഗ് തരുമ്പോൾ ഈ പ്രീവിയസ് ആയിട്ട് ഈ സർവീസ് കൊടുത്ത ഈ സർവീസ് പ്രൊവൈഡർ ഉണ്ടല്ലോ, അയാളുമായിട്ട് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലയന്റിനോട് ചോദിക്കണം. ഈ ക്ലയന്റിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലയന്റിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ പറഞ്ഞു സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനുള്ള മെത്തേഡ് എന്താന്ന് പറഞ്ഞു. സോഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലെവൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ക്ലയന്റിന്റെ നീഡിനനുസരിച്ചിട്ട് വേണം നമ്മളെ റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കാൻ. നമ്മളൊരു ഏജൻസിയിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റിസോഴ്സ് അലോക്കേഷൻ ഒക്കെ ഓപ്പൺ ആൻഡ് ഫെയർ ആയിരിക്കണം. എല്ലാ ക്ലയന്റ്സിന്റെ മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. റീസണബിൾ സ്റ്റെപ്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ സൂപ്പർവിഷൻ നടത്തണം. കൃത്യമായിട്ട് നമ്മുടെ സർവീസസ് എത്തുന്നുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യണം. ആ ഒരു ക്ലയന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, ഒരു പ്രാക്ടീസ് സെറ്റിംഗിൽ വർക്ക് ചെയ്യുമ്പോൾ സൂപ്പർവൈസേഴ്സിനും സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഉള്ള ഒരു ഉത്തരവാദിത്വമാണ്. അതായത് നമ്മളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഈ സോഷ്യൽ വർക്കേഴ്സിന്റെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഡെവലപ്മെന്റ് ആസ് എ പ്രൊഫഷണൽ, അതിന് വേണ്ട എല്ലാ സ്റ്റെപ്പുകളും എടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, അവിടെ നിന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എമർജിംഗ് ആയിട്ട് വരുന്ന വളരെ ഇഫക്റ്റീവ് ആയ ഒരു തെറപ്പി സെഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു 3 day ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു
അവസരം കിട്ടുകയാണ്. അപ്പൊ നമ്മളുടെ കമ്പനി എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് ആ ഒരു എക്സ്പെൻസസ് ഒക്കെ കമ്പനി എടുത്തിട്ട് നമ്മൾ അതിനു വേണ്ടി പറഞ്ഞു വിടുകയാണ്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്, നമ്മൾ അത് അറ്റൻഡ് ചെയ്ത് തിരിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഇന്റർവെൻഷൻ നമ്മളുടെ ഏജൻസിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫിന് കുറച്ച് പ്രൊഫഷണലി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് കൊടുക്കുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കമ്മിറ്റ്മെന്റ് ടു എംപ്ലോയേഴ്സ്. ജനറലി നമ്മുടെ എംപ്ലോയർ, നമ്മളുടെ ജോലി നൽകുന്ന എംപ്ലോയ് ചെയ്യുന്ന ഓർഗനൈസേഷൻ, അവര് നമ്മളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ കീപ്പപ്പ് ചെയ്യേണ്ട ചില പോളിസീസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ റൂൾസ് ഉണ്ടാകും. അതെല്ലാം കൃത്യമായിട്ട് കീപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സോഷ്യൽ വർക്കേഴ്സിന്റെ എത്തിക്കൽ ഒബ്ലിഗേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അതോറിറ്റീസിനെ അറിയിക്കുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും നമ്മളുടെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫണ്ടിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഒരു സുതാര്യത ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് കമ്മിറ്റ്മെന്റ്. നമ്മുടെ ഓർഗനൈസേഷനോട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു കമ്മിറ്റ്മെന്റ്. പിന്നെ ലേബർ മാനേജ്മെന്റ് ഡിസ്പ്യൂട്ട്സ്. നമ്മളൊരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു ലേബർ യൂണിയൻ ഒക്കെ വന്നാൽ നമുക്കതിൽ അത് ലേബർ യൂണിയൻസ് ഫോം ചെയ്യാനായാലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും വിരോധങ്ങളൊന്നുമില്ല. അത് നമ്മളുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനും സർവീസസ്, ക്ലയന്റിന് നമ്മൾ കൊടുക്കുന്ന സർവീസസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കണം. ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലേബർ മാനേജ്മെന്റ് ഡിസ്പ്യൂട്ട്സിലൊക്കെ നമ്മൾ പെടുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു കോഡ് ഓഫ് എത്തിക്സ്, കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട്. അതിനായിരിക്കണം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ അതിലും ഒരു പ്രൊഫഷണൽ റിലേഷൻ ഉണ്ടായിരിക്കണം, ഒരു നേച്ചർ ഉണ്ടാകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അതിന് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ വർക്കേഴ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആസ് പ്രൊഫഷണൽസ്. ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ വർക്കർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് വൺ, കോമ്പീറ്റൻസ്. നമ്മൾ പറഞ്ഞു നമ്മൾക്ക് ഉള്ള കഴിവിനും അറിവിനും സ്കിൽ സെറ്റിനും ടെക്നിക്സ്, നമുക്ക് അറിയാവുന്ന ടെക്നിക്സ്, ഇതൊക്കെ ഉപയോഗിച്ച് പ്രൊഫഷണൽ ടെക്നിക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെയൊക്കെ ലിമിറ്റിൽ മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത പക്ഷം അതാ റിക്വയർ ആയിട്ടുള്ള, നമുക്ക് ഇല്ലാത്ത ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് റിക്വയർ ആയിട്ടുള്ള ക്ലൈന്റ് വന്നാൽ പ്രോപ്പർലി നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റണം. ഫർദർ നമുക്ക് നമ്മളുടെ ഈ ഒരു പ്രൊഫഷണൽ എക്സ്പെർട്ടീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ശ്രമിക്കാം, കോമ്പറ്റൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. പിന്നെ ഡിസ്ക്രിമിനേഷൻ, യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും എൻകറേജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നമ്മളടുത്ത് വരുന്ന ക്ലയന്റ് പല നേച്ചറുള്ള ആളായിരിക്കാം, പല ബാക്ക്ഗ്രൗണ്ട്സിൽ വരുന്ന ആളുകളായിരിക്കാം. എല്ലാവരെയും ഈക്വലി ഒരു ഹ്യൂമൻ, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി വർത്ത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ബിഹേവ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പ്രൈവറ്റ് കണ്ടക്ട്. നമുക്ക് ഇപ്പൊ പല മോശം സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകാം മേ ബി, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലൈഫിൽ അത്ര നല്ലതല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് പ്രൈവറ്റ് ലൈഫിൽ നല്ലതല്ലാത്ത ചില ശീലങ്ങളൊക്കെ ഉണ്ടാകാം. അതൊന്നും നമ്മുടെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസിനെ ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. പേഴ്സണൽ ലൈഫിൽ ഒട്ടും കൃത്യനിഷ്ഠ ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ പ്രൊഫഷണൽ ലൈഫിൽ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 9 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റ് പേഴ്സണൽ കാര്യങ്ങൾക്ക് ലേറ്റ് ആവുന്ന ഒരാളാണെങ്കിലും പ്രൊഫഷണലി അത് ലേറ്റ് ആവാൻ പാടില്ല. ആ രീതിയിൽ രണ്ടും കൂടെ കൂടിക്കൊഴയാതെ നോക്കുക ഒക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡിസോണസ്റ്റി, ഫ്രോഡ്, ഡിസെപ്ഷൻ. യാതൊരു കാരണവശാലും ഈ ഒരു ഡിസോണസ്റ്റി, ഫ്രോഡ്, ഡിസെപ്ഷൻ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകളും ഒരു സോഷ്യൽ വർക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇമ്പയർമെന്റ്. സോഷ്യൽ വർക്കർക്ക് അവർ മനുഷ്യരാണല്ലോ, അപ്പൊ അവർക്കും പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാകാം, സൈക്കോളജിക്കൽ ഡിസ്ട്രസ് ഉണ്ടാകാം, ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാകാം. മേ ബി നമുക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ ചിലപ്പോൾ വന്നു വരാം, നമ്മുടെ പല സിറ്റുവേഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടീസ് ഒക്കെ വന്നു വരാം. ഇതൊരിക്കലും നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കാനായിട്ട് പാടില്ല. അതിൽ നമ്മളെ പെർഫോമൻസിനെ ബാധിക്കാൻ പാടില്ല എന്നൊക്കെയുള്ളതാണ്. നമ്മളുടെ ഒരു പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ആണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കൺസൾട്ടേഷൻ എടുക്കുക, അപ്രോപ്രിയേറ്റ് ആയിട്ട് റെമഡിയൽ ആക്ഷൻ, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക, നമ്മളെ വർക്ക് ലോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോ നമ്മൾ ഒട്ടും കേപ്പബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ പ്രാക്ടീസ് ടെർമിനേറ്റ് ചെയ്യുക. നമ്മുടെ ക്ലയൻസ് ഒരു വിധത്തിലും സഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ രീതിയിൽ ശ്രദ്ധിക്കാം. പിന്നെ മിസ്റെപ്രസെന്റേഷൻസ്. നമ്മൾ ഓൾവേസ് മേക്ക് ക്ലിയർ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ആൻഡ് ആക്ഷൻസ് എൻഗേജ്ഡ്. ഒരു കാരണവശാലും ഒരു മിസ്റെപ്രസെന്റേഷൻ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മേ ബി നമ്മളുടെ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കറിന്റെ നമ്മുടെ എംപ്ലോയിങ് ഏജൻസി, ഇവരുടെയൊക്കെ ബിഹാഫിൽ അല്ലെങ്കിൽ ഇവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ നിൽക്കേണ്ടി വരുമ്പോൾ അവരുടെ ആ ഒരു പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള
ഒരു കോഡ് ഓഫ് കണ്ടക്ട് നമുക്ക് ഉണ്ടാകണം. അതൊരു മിസ്റെപ്രസെന്റേഷൻ വരാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഓർഗനൈസേഷന്റെ ബിഹാഫ് ആയിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബിഹാഫ് ആയിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ അവരെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അവരെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിൾ ആയിട്ട് വേണം അവരുടെ ബിഹാഫ് സംസാരിക്കുമ്പോൾ ചെയ്യാനുള്ളത് എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ സോളിസൈറ്റേഷൻസ്, അതായത് ഒരു അനാവശ്യമായ ഇൻഫ്ലുവൻസ് കൊണ്ടോ മാനിപ്പുലേഷൻ കൊണ്ടോ അല്ലെങ്കിൽ കൊയേർഷൻ ബലപ്രയോഗം കൊണ്ടോ പല സർക്കംസ്റ്റാൻസസിൽ വൾണറബിൾ ആകാൻ സാധ്യതയുള്ള ആളുകൾ ഉണ്ടാവും. അതായത് ക്ലൈന്റ് ആകാൻ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആളുകൾ ഉണ്ടാകും. അപ്പൊ അവരുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ കൺസെന്റ് ഇല്ലാതെ അവരുമായിട്ട് എൻഗേജ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ടെസ്റ്റിമോണിയൽ എൻഡോഴ്സ്മെന്റ്സ്, അതായത് ഒരു ക്ലൈന്റിന്റെ ഒരു കൺസെന്റ് കൊടുക്കുന്ന ക്ലൈന്റിന്റെ കൺസെന്റുമായി ബന്ധപ്പെട്ട രേഖകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ക്ലൈന്റിന്റെ കൺസെന്റ് ആവശ്യമാണ്. ഒരു പൊട്ടൻഷ്യൽ ക്ലൈന്റ് ആയിട്ടില്ല, ഒരു പൊട്ടൻഷ്യൽ ക്ലൈന്റ് പല രീതിയിലുള്ള വേരിയസ് സർക്കംസ്റ്റാൻസസ് കൊണ്ട് ഈ പല ഇൻഫ്ലുവൻസ്, മാനിപ്പുലേഷൻ, കൊയേഷൻ ഇതൊക്കെ മൂലം ക്ലൈന്റ് ആകാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ക്ലൈന്റുകളുടെ ഒന്നും ഒരു കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യേണ്ട ആവശ്യം സോഷ്യൽ വർക്കേഴ്സിന് ഇല്ല. അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽ എൻഡോഴ്സ്മെന്റ്സ്, അതായത് ഇപ്പം അഭ്യർത്ഥനകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലൊന്നും നമ്മൾ എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അക്നോളജിങ് ദ ക്രെഡിറ്റ്, അതായത് സോഷ്യൽ വർക്കർ ഓൾവേസ് നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് മാത്രമാണ് ഒരു ക്രെഡിറ്റ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ പെർഫോം ചെയ്തതിന്, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് മാത്രം ക്രെഡിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് അക്നോളജ് ചെയ്യുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കോൺട്രിബ്യൂഷൻസിന്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കരുത് എന്നുള്ളൊരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സോഷ്യൽ വർക്കേഴ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആസ് പ്രൊഫഷണൽസ്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ വർക്കേഴ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടു ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ. നമ്മൾ ആസ് എ സോഷ്യൽ വർക്കർ ആ പ്രൊഫഷനോട് നമ്മൾ കാണിക്കുന്ന എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി രണ്ടെണ്ണമാണ് ഉള്ളത്. ഇന്റഗ്രിറ്റി ഓഫ് ദ പ്രൊഫഷൻ, ഇവാലുവേഷൻ ആൻഡ് റിസോഴ്സ്. ഇന്റഗ്രിറ്റി ഓഫ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ട്രസ്റ്റ്വർത്തി മാനറിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളത്, നമ്മളുടെ പ്രൊഫഷന്റെ വാല്യൂസ്, എത്തിക്സ്, നോളേജ്, മിഷൻ ഇത് ഞങ്ങൾക്ക് അപ്ഹോൾഡ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ, നമ്മളുടെ സമയം, പ്രൊഫഷണൽ എക്സ്പെർട്ടീസ് ഒക്കെ ഈ ഒരു സോഷ്യൽ വർക്കിനെ എൻഹാൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ എത്തിക്കലി ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാല്യൂസ് ഇല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യരുത്, അൺഓതറൈസ്ഡ് അൺക്വാളിഫൈഡ് പ്രാക്ടീസസ് ഒന്നും ചെയ്യരുത്, അത് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്റഗ്രിറ്റി ഓഫ് ദ പ്രൊഫഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവാലുവേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ ആസ് എ സോഷ്യൽ വർക്കർ നമ്മളിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം, പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവിടെയൊക്കെ ഉള്ളൊരു ഇവാലുവേഷൻ, നമ്മുടെ പോളിസീസ് ആയിക്കോട്ടെ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലായിക്കോട്ടെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇന്റർവെൻഷൻ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും അല്ലെങ്കിൽ എല്ലാ ലെവൽസിലും അതിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ റിസർച്ച്, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എമേർജിങ്, അതായത് ഇപ്പോഴും നോളേജ് അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എമേർജിങ് പ്രൊഫഷനാണ്. സോ റിസർച്ച് വൈസ്, സ്റ്റഡീസ് വൈസ് ഒക്കെ നമ്മൾക്കും ആ ഒരു പ്രൊഫഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ റിസർച്ച് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കുമ്പോൾ നമ്മളെ ക്ലയന്റിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൺസെന്റ് ഒക്കെ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവാലുവേഷൻ ആൻഡ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ വർക്കേഴ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടു ദ ബ്രോഡർ സൊസൈറ്റി. അതായത് സമൂഹത്തോട് നമുക്കൊരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്ക് ക്ലയന്റിനോട് ചെയ്യുന്ന ഒരു കാര്യമാകാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചെയ്യുന്ന ഒരു ഇന്റർവെൻഷൻ ആകാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ചെയ്യുന്ന ഇന്റർവെൻഷൻ ആകാം, എല്ലാം അവസാനം ഒരു ഇൻ ദ ലോങ് റൺ സൊസൈറ്റിക്ക് മൊത്തത്തിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ വെൽഫെയർ നമ്മൾ പറഞ്ഞു, ആളുകളുടെ ജനറൽ വെൽഫെയർ, അവരുടെ വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം, അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റണം. വി നീഡ് ടു പ്രൊമോട്ട് ദ സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. ഇതൊക്കെയാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ദ ലോങ് റൺ ഒരു സോഷ്യൽ വെൽഫെയർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം. പിന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ആളുകൾ കഴിവതും ഈ ഒരു സോഷ്യൽ പോളിസീസ് ഷേപ്പ് ചെയ്യുന്നതിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷേപ്പ് ചെയ്യുന്നതിലും ഒക്കെ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ എൻഷുർ ചെയ്യാനുള്ളതാണ്. ആളുകളെ ഈ ഒരു സോഷ്യൽ വർക്ക് എന്നുള്ള ആക്ടിൽ എങ്ങനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാനുള്ളതാണ്. പിന്നെ പബ്ലിക് എമർജൻസീസ്, നമ്മളുടെ നാട്ടിലിപ്പോ ഒരു
ഇൻസിഡന്റ് ഉണ്ടായി, നമ്മളുടെ പ്രൊഫഷണൽ സർവീസസ് അവിടെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് എക്സ്റ്റെന്റ് നമുക്ക് എത്രത്തോളം കഴിയുമോ ആ രീതിയിൽ ആ ഒരു പബ്ലിക് എമർജൻസിക്ക് നമ്മൾ കൊടുക്കേണ്ട ഹെൽപ്പ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വയനാട്ടില് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, വളരെ സിവിയർ ആയിട്ടുള്ള ഡിസാസ്റ്റർ ആയിരുന്നല്ലോ. അവിടെ ഈ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിന്റെയും സൈക്കോളജിസ്റ്റിന്റെയും നീഡ് വന്നു. ഈ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് കൗൺസിലിംഗ് അങ്ങനെയുള്ള സർവീസസിനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സിനൊക്കെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് വഴി വയനാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി. അപ്പൊ അതൊക്കെ ഒരു പബ്ലിക് എമർജൻസിയാണ്. അപ്പൊ ആ രീതിയിൽ അതിപ്പോ ഒരു മോണിറ്ററി ബെനിഫിറ്റിന്റെ പേരിലാവില്ല നമ്മൾ വർക്ക് ചെയ്യുക. നമ്മളുടെ നീഡ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോയി വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾക്ക് ഒരു സൊസൈറ്റിയോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ സോഷ്യൽ വർക്കർ ആണ്, ഒരു എമർജൻസി വന്നാൽ അത് ആക്ട് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ടത്. അപ്പൊ അതൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ഷൻ. നമ്മുടെ സമൂഹത്തിൽ റിസോഴ്സസിന്റെ ബേസിസിൽ എംപ്ലോയ്മെന്റ്, സർവീസസ്, ഓപ്പർച്യൂണിറ്റീസ് പല രീതിയിൽ ഈ ആളുകൾ ഓപ്പറേഷനും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ശബ്ദമുയർത്തുക, സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഇല്ലാതാക്കാനായിട്ട് വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, നിങ്ങൾ വേഗം റെസ്പോണ്ട് ചെയ്യണം, നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ക്ലയന്റിനോട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് സോഷ്യൽ വർക്കൊക്കെ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. കൊളീഗ്സ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിൽ നമ്മൾ എന്തൊക്കെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് കീപ്പപ്പ് ചെയ്യണം എന്നുള്ളത്. പിന്നെ പ്രാക്ടീസ് സെറ്റിങ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിൽ. പിന്നെ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്യണം എന്നുള്ളത്. പിന്നെ സോഷ്യൽ വർക്ക് പ്രൊഫഷനോട് നമുക്ക് ഉണ്ടാകേണ്ട എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ബ്രോഡർ സൊസൈറ്റിയോട് ഉണ്ടാകേണ്ട എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് പ്രൊഫഷണൽ അസോസിയേഷൻസ് ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിന്റെ പല പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ഒരു ബേസിക്കലി ഇൻഫർമേഷൻ ഇതിൽ ആഡ് ചെയ്തതാണ്. ജനറലി ചോദിച്ചു കണ്ടിരിക്കുന്നത് ഈ ഒരു ഫുൾ ഫോം അല്ലെങ്കിൽ ഇയർ ഓഫ് ഫോർമേഷന്റെ ഒക്കെ ഓർഡർ, ആ രീതിയിലൊക്കെ വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം. IFSW എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഓഗസ്റ്റ് 9, 1956 മുനിച്ച്, ജർമ്മനിയിലാണ് ബൈ 12 നാഷണൽ ഓർഗനൈസേഷൻസ് ആണ് ഇത് ഫോം ചെയ്തത്. ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് റെപ്രസെന്റിംഗ് ദ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ്. മെമ്പർഷിപ്പ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് ഓർഗനൈസേഷൻസിനാണ് മെമ്പർഷിപ്പ്. ഇൻഡിവിജ്വലി മെമ്പർഷിപ്പ് എടുക്കാവുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല. ഓരോ നാഷണൽ സോഷ്യൽ വർക്ക് ഓർഗനൈസേഷനും ആണ് മെമ്പർഷിപ്പ്. ഇപ്പൊ ക്യാപ്സ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ ഒരു സോഷ്യൽ വർക്ക് ഓർഗനൈസേഷൻ ഉണ്ട്. സോ ക്യാപ്സിനാണ് ഈ IFSW മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. അതിന്റെ ക്യാപ്സിലെ ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. മിഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുക, ഹ്യൂമൻ റൈറ്റ്സിന്, സോഷ്യൽ ഡെവലപ്മെന്റിന് എങ്ങനെ through various kinds of plans, actions, programs, and the promotion of best practice models in social work within a framework of international cooperation. പല നേഷൻസ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബെസ്റ്റ് പ്രാക്ടീസ് മോഡൽസ് പ്രൊമോട്ട് ചെയ്യുക, പ്ലാൻസ്, ആക്ഷൻസ്, പ്രോഗ്രാംസ് വഴിയൊക്കെ സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് റെയിൻഫെൽട്ടൺ, സ്വിറ്റ്സർലൻഡിലാണ്. കറന്റ് 141 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് അസോസിയേഷൻസ് ആണ് ഇതില് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. സോ ഓവർ 3 മില്യൺ സോഷ്യൽ വർക്കേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. IFSW-ന് ഈ യുണൈറ്റഡ് നേഷൻസും മറ്റ് ഗ്ലോബൽ ബോഡീസും ഒക്കെ ആയിട്ട് ഫോർമൽ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഉണ്ട്. അതായത് ഇൻ നീഡ് അവര് അഡ്വൈസ് എടുക്കുന്നത് IFSW-നോടാണ് റിലേറ്റഡ് ടു സോഷ്യൽ വെൽഫെയർ ഓർ സോഷ്യൽ വർക്ക് മാറ്റേഴ്സ്. പ്രസിഡന്റ് വരുന്നത് ജോവാച്ചിൻ മുമ്പ ആൻഡ് സെക്രട്ടറി വരുന്നത് ഡോക്ടർ റോറി ട്വൽ. ഇതൊന്നും ചോദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ ഒരു ബേസിക് ഇൻഫർമേഷൻ ഉള്ള രീതിയിലാണ് ഇത് ആഡ് ചെയ്തത്. സോ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങൾ ഫുൾ ഫോമും ഒരു ഇയർ ഓഫ് ഫോർമേഷൻ ഒക്കെ പഠിക്കുന്നത് നന്നായിട്ടിരിക്കും. ബാക്കി കഴിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങൾ പഠിക്കുക. പിന്നെ IASSW, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക്, 1928 ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് സോഷ്യൽ വർക്കിൽ, അതായത് പാരീസിലാണ് ഇതിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നത്. 1928 ഇത് ഫൗണ്ട് ചെയ്തത്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതൊന്ന് വോയിസ് ആയിട്ട് പറയണം, എനിക്ക് കാണില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിന്റെ വിഷൻ വരുന്നത് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ, റിസർച്ച്, സ്കോളർഷിപ്പ്, ഇതിന്റെ ഒരു എക്സലൻസ് അത് ഇംപ്രൂവ് ചെയ്യുക, അതുവഴി ഒരു മോർ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ വേൾഡ് ബിൽഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ ഒരു വിഷൻ വരുന്നത്. ഞാൻ അത് പറഞ്ഞു പോകുന്നതിൽ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. പിന്നെ മിഷൻ എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക്
ഈ IFSWന്റെ മെമ്പർഷിപ്പ് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവരുടെ പ്രോഗ്രാംസ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക? ഇപ്പൊ ക്യാപ്സ് അതിനകത്ത് മെമ്പറാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവരിപ്പോ അതിപ്പോ അത് വരുന്നത് ഇപ്പൊ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഗനൈസേഷൻസ് വഴിയുള്ള കൊളാബറേഷൻസ് ആയിരിക്കാം. ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ ആവും വർക്ക് ചെയ്യുക. ഇപ്പൊ IFSWന്റെ ആക്ടിവിറ്റിയിൽ ഇപ്പൊ ക്യാപ്സ് അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസ് ഭാഗമാകുമ്പോൾ ക്യാപ്സിലുള്ള മെമ്പേഴ്സും അതിൽ ഇൻവോൾവ് ആവുമല്ലോ ആ രീതിയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. IASSWന്റെ മിഷൻ എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനെ റെപ്രസെന്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഗ്ലോബലി നാഷണൽ റീജിയണൽ ഇന്റർനാഷണൽ അസോസിയേഷൻസ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. എല്ലാത്തിലും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റേഴ്സിന്റെയും അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പ്രോഗ്രാംസിന്റെ ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ മ്യൂച്വൽ, അതായത് പല നേഷൻസ് ഇൻവോൾവ് ആണല്ലോ, അപ്പൊ അവരുടെ റിസർച്ച് കരിക്കുലം റിസോഴ്സസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസിനെ പ്രൊമോട്ട് ചെയ്യുക. അതായത് ജസ്റ്റ് ആൻഡ് എക്വിറ്റബിൾ വേർഡ്, ജസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റിസ് എന്നുള്ള ഇതിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവർക്കും ഒരു ഇക്വാളിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കൊടുക്കുന്ന അങ്ങനെ ഒരു വേൾഡിന് വേണ്ടിയിട്ട് എന്തൊക്കെ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസ് ആണോ ഉപയോഗിക്കേണ്ടത് അതൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അതൊക്കെയാണ് IASSWന്റെ മിഷൻ വരുന്നത്. പ്രസിഡന്റ് ആന്റോയിനറ്റ് ലോംബാർഡ് ആൻഡ് സെക്രട്ടറി ബാർബറ W. ഷാങ്. ചോദിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ NAPSWI, നാഷണൽ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ, നമ്മുടെ കൺട്രിയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മെമ്പർ ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ്. ഡൽഹി ആണ് ഇത് ലൊക്കേഷൻ വരുന്നത്. 2005 എസ്റ്റാബ്ലിഷ് ചെയ്ത നോൺ പ്രോഫിറ്റ് നോൺ പൊളിറ്റിക്കൽ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആണ്. സോഷ്യൽ വർക്ക് പ്രൊഫഷന്റെ സ്റ്റാൻഡേർഡും സ്റ്റാറ്റസും പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വിഷൻ എന്ന് പറയുന്നത് ഒരു കമ്പാഷനേറ്റ് ഫ്രറ്റേണിറ്റി ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ബിൽഡ് ചെയ്യാനുള്ളതാണ്. ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഒരു സാഹോദര്യം ഉണ്ടാക്കിയെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മിഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, പ്രാക്ടീസ് ആയിക്കോട്ടെ, ഈ ഏരിയാസിലൊക്കെയുള്ള എക്സലൻസ് ഇംപ്രൂവ് ചെയ്യുക ത്രൂ എഡ്യൂക്കേഷൻ, റിസർച്ച്, ട്രെയിനിങ്, നെറ്റ്വർക്കിംഗ്, അഡ്വക്കസി ആൻഡ് റിസോഴ്സ് ഡെവലപ്മെന്റ്. പിന്നെ വരുന്നത് ISPSW, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്. പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അസോസിയേഷൻ ISPSW ആണ്. എന്താ ചെയ്യുന്നത് പ്രസന്റ് ഡേ നമ്മളെ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് മീറ്റ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതിനെ അഡ്രസ് ചെയ്യുക. ഈ ഒരു ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച്, പ്രൊഫഷണൽസിന്റെ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, അതിനുള്ള കാര്യങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ാണ് ഉദ്ദേശിക്കുന്നത്. സൊസൈറ്റി ആദ്യം അറിയപ്പെട്ടത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്നാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1970 ബൈ ഡോക്ടർ R.K. ഉപാധ്യായ, ഡോക്ടർ A.N. വർമ്മ ആൻഡ് ഹിസ് കൊളീഗ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി, റാഞ്ചി. ഇവര് പബ്ലിഷ് ചെയ്യുന്ന ജേർണലാണ് നാഷണൽ ജേർണൽ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്. പ്രസിഡന്റ് വരുന്നത് പ്രൊഫസർ കനകരാജ് ഈശ്വരൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ സർപ്പരി സെന്നൻ, ശാന്തന കുമാരി. ജേർണലൊക്കെ മേ ബി ചോദിച്ചേക്കാം, അത് അത്ര എക്സ്ട്രീം ലെവലിലാണ് ജേർണലൊക്കെ ചോദിക്കുള്ളൂ. പിന്നെ വരുന്നത് ക്യാപ്സ്, കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ്. ഈ കമ്മ്യൂണിറ്റിയിലെ സോഷ്യൽ വർക്കേഴ്സിനൊക്കെ എന്തായാലും അറിയായിരിക്കും. ഇത് രജിസ്റ്റേർഡ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ് ഫോർ സോഷ്യൽ വർക്കേഴ്സ് ഇൻ കേരള. 9th December 2012 ഇത് ഫോം ചെയ്തത്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആസ് എ സൊസൈറ്റി അണ്ടർ ട്രാവൻകോർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1955. President Dr. M.P. Anthony, working president Mrs. Mini A.P., General Secretary Dr. Dilip Kumar. ഇത് IFSW അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ. എംപവർ ദ ജേർണൽ ഓഫ് സോഷ്യൽ വർക്ക്, ഇതാണ് അവരുടെ ജേർണൽ. എംപവർ ദ ജേർണൽ ഓഫ് സോഷ്യൽ വർക്ക്, ഇതാണ് ക്യാപ്സിന്റെ ജേർണൽ. ക്യാപ്സ് ഓൾസോ ഇന്റൻഡ് ടു ടേക്ക് അപ്പ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഫോർ ദ പ്രാക്ടീസിംഗ് പ്രൊഫഷണൽസ്. എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽസിന് അവരുടെ ഏരിയയിൽ അല്ലെങ്കിൽ അവർക്ക് അത്ര എക്സ്പെർട്ടീസ് ഇല്ലാത്ത ഏരിയയിലൊക്കെ ഫർദർ ഇംപ്രൂവ് ചെയ്യുക, എക്സൽ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കൊടുക്കുക. ക്യാപ്സ് ഇസ് പ്രൊമോട്ടഡ് ബൈ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കേരള, എ രജിസ്റ്റേർഡ് ബോഡി ഓഫ് ഓൾ സ്കൂൾസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കേരള, ആൻഡ് ഹാസ് എ സപ്പോർട്ട് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ PROSC, അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റേഴ്സ് ഇൻ ഹയർ സെക്കൻഡറി, സോഷ്യൽ വർക്കേഴ്സ് വർക്കിംഗ് ആസ് കൗൺസിലേഴ്സ് ഇൻ സ്കൂൾസ്, കുടുംബശ്രീ, NRHM എക്സെട്ര. അതായത് ക്യാപ്സ് എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കേരള. നമ്മൾ നെക്സ്റ്റ് നോക്കും. ആ ഒരു അസോസിയേഷനും ആ ഒരു അസോസിയേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അസോസിയേഷൻ ആണ്. ഈ ASSK നമുക്ക് പഠിക്കാനുണ്ട്. ഇറ്റ്സ് എ രജിസ്റ്റേർഡ് ബോഡി, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അത് ആരൊക്കെ പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കൂൾസ്, ഓൾ സ്കൂൾസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കേരള.
പിന്നെ ഇതിന് സപ്പോർട്ട് കിട്ടുന്നത് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ PROSA, അതായത് ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്ക് പ്രൊഫഷണൽസ് ഉണ്ട്, അവരുടെ ഒരു സപ്പോർട്ട് ഇവർക്കുണ്ട്. പിന്നെ സോഷ്യൽ വർക്കേഴ്സ് വർക്കിംഗ് ആസ് കൗൺസിലേഴ്സ് ഇൻ സ്കൂൾസ്, കുടുംബശ്രീ, NRHM എല്ലാം ഇതിൽ പെടും. അപ്പൊ ഇതാണ് ക്യാപ്സിന്റെ ഡീറ്റെയിൽസ്. പിന്നെ ASSKയുടെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്യാപ്സിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത് സ്ട്രെങ്തനിങ് ആൻഡ് യൂണിഫൈങ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആസ് എ ഹോൾ, പിന്നെ സോഷ്യൽ വർക്ക് പ്രൊഫഷന്റെ അവയർനെസ് കൂട്ടുക, വാരിയസ് ലെവൽസ്, പബ്ലിക് ആൻഡ് പ്രൊഫഷണൽ റെക്കഗ്നീഷൻ ഐഡന്റിറ്റി സോഷ്യൽ വർക്കിന് കൊടുക്കുക. സോഷ്യൽ വർക്കിന് ഇപ്പോഴും ഒരു പ്രൊഫഷണൽ റെക്കഗ്നീഷൻ കുറവാണ്. ഇപ്പൊ നമ്മളിൽ പലർക്കും അറിയില്ല സോഷ്യൽ വർക്കേഴ്സ് എന്താ ചെയ്യുന്നത്, സോഷ്യൽ വർക്കേഴ്സ് അല്ലാത്തവർക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവയർനെസ് കൊടുക്കുക. പിന്നെ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് കൊണ്ടുവരിക, സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സോഷ്യൽ വർക്ക് നോളേജ് ഇംപ്രൂവ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും റിസർച്ച്, റിവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരാൻ, സോഷ്യൽ സ്ട്രക്ചേഴ്സിൽ ചേഞ്ച് കൊണ്ടുവരാനുള്ള പോളിസീസ് കൊണ്ടുവരിക, അങ്ങനെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ടു പ്രൊമോട്ട് ആൻഡ് ഫെസിലിറ്റേറ്റ്, നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, ലൈഫ് ലോങ് ലേണിംഗ് എൻഹാൻസ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് ബേസിക്കലി ക്യാപ്സിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. എല്ലാത്തിന്റെയും ഒബ്ജക്റ്റീവ്സ് ഏറെക്കുറെ സിമിലർ ആണ്. എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുക, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ASSKയുടെ ഇയർ ഓഫ് ഫോർമേഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ നോക്കിയതിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞു ASSKയുടെ കാര്യം ഇവിടെ പറഞ്ഞു. ASSK ആണ് ക്യാപ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ASSK ഒരു രജിസ്റ്റേർഡ് ബോഡി ആണെന്ന് പറഞ്ഞു, ഓഫ് ദ ഓൾ സ്കൂൾസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കേരള. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന് സപ്പോർട്ട് കിട്ടുന്ന വേറൊരു കേസാണ് പറഞ്ഞത് PROSA, അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റേഴ്സ് ഇൻ ഹയർ സെക്കൻഡറി, സോഷ്യൽ വർക്കേഴ്സ് വർക്കിംഗ് ആസ് കൗൺസിലേഴ്സ് ഇൻ സ്കൂൾസ്, കുടുംബശ്രീ, NRHM എക്സെട്ര. ഈ ASSK എന്ന് പറയുന്നത് പ്രൊഫഷണൽ അസോസിയേഷൻ ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിലുള്ള സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, ടു മേക്ക് എ നെറ്റ്വർക്ക് വിത്ത് ഈച്ച് അതർ. നമ്മൾ പറഞ്ഞു നമുക്ക് ഈ റിസോഴ്സസ് കണക്ട് ചെയ്യാനായിട്ടാണെങ്കിലും എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ്, എന്തൊക്കെ സർവീസസ് അവൈലബിൾ ആണ്, എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രോപ്പർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് ഡയറക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് അസോസിയേഷന്റെ ഉദ്ദേശം, അതായത് ASSKയുടെ ഉദ്ദേശം, അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കേരള. നെക്സ്റ്റ്, ഇത് ക്ലിയർ ആയോ? അസോസിയേഷൻസ് ക്ലിയർ ആയോ? കുറച്ച് സ്പീഡിലാണ് പോയത് അസോസിയേഷൻസ്, എനിക്ക് അറിയാം. കാരണം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും ഇല്ല. നമുക്ക് ടൈമിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്ത് നല്ലതായിരുന്നു. ക്ലിയർ ആണ് മാം. ഓക്കെ, മെയിൻലി നമ്മൾ ഓക്കെ താങ്ക് യു. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിരിക്കുന്നത് ഇപ്പോ ഫുൾ ഫോമും പിന്നെ മേ ബി ഇത് ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ ഇത് ഫോം ചെയ്ത് ഇയർ ഒക്കെ ചോദിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ചോദിക്കുമെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ കഴിയാവുന്ന അത്രയും ബാക്കി ഇൻഫോർമേഷനൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കോർ കോമ്പിറ്റൻസീസ് ഓഫ് എ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ആണ്. കോമ്പിറ്റൻസി നമ്മൾ പറഞ്ഞു, ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് സ്കിൽസ്, നോളേജ്, കേപ്പബിലിറ്റീസ്, ഇതിനെയാണ് കോമ്പിറ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്രത്തോളം കോമ്പിറ്റന്റ് ആണ്, ഇഫക്റ്റീവ് ആണെന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു പെർട്ടിക്കുലർ ടാസ്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ, ഒരു ജോബ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ടോ, ഇതൊക്കെയാണ് കോമ്പിറ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമ്പിറ്റൻസി കൊണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന നോളേജ്, വാല്യൂസ്, സ്കിൽസ്, കോഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് പ്രോസസ്സസ്, ഇതൊക്കെയാണ് ഈ കോമ്പിറ്റൻസിയുടെ ഉള്ളിൽ വരുന്നത്. ഒരു പെർട്ടിക്കുലർ ജോബിന് ആവശ്യമായിട്ടുള്ള ഈ കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് കോമ്പിറ്റൻസി. അപ്പൊ ഇത് സോഷ്യൽ വർക്കറുടെ കോർ കോമ്പിറ്റൻസി എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ ആസ് എ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ആൻഡ് കണ്ടക്ട് വൺസെൽഫ് അക്കോർഡിംഗ്ലി. നമ്മളൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ആണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുക, അതനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളതാണ്. നമ്മളെ ക്ലയന്റിന്റെ ആക്സസിന് വേണ്ടിയും സർവീസസിന് വേണ്ടിയും ക്ലയന്റിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുക, ക്ലയന്റിന്റെ ബിഹാഫ്, ക്ലയന്റിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ പേഴ്സണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് കറക്ഷൻ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുക. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പ്രൊഫഷണൽ റോൾസും ബൗണ്ടറീസും കൃത്യമായിട്ട് പാലിക്കുക. പ്രൊഫഷണൽ ബിഹേവിയർ മാത്രം എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. പ്രൊഫഷണൽ ബിഹേവിയർ ആയിക്കോട്ടെ, അപ്പിയറൻസ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഒരു പ്രൊഫഷണൽ ഒരു നേച്ചർ കീപ്പ് ചെയ്യുക. കരിയറിൽ
ത്രൂ ഔട്ട് ദി കരിയർ ലേണിംഗ് എന്നുള്ള കാര്യത്തിൽ എൻഗേജ് ചെയ്യാനുള്ളതാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അറിയാൻ, കൂടുതൽ എമേർജ് ചെയ്ത് വരുന്ന സോഷ്യൽ വർക്ക് റിലേറ്റഡ് നോളജ് പഠിക്കുക, നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് സൂപ്പർവിഷനും കൺസൾട്ടേഷനും എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ക്ലയന്റിന് വേണ്ടി സംസാരിക്കുക, പേഴ്സണൽ റിഫ്ലക്ഷൻ എപ്പോഴും വേണം, നമ്മൾ തെറ്റുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് വേണം, പ്രൊഫഷണൽ റോൾസ് ആൻഡ് ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റണം, പ്രൊഫഷണൽ ബിഹേവിയർ ആയിരിക്കണം, അപ്പിയറൻസ് ആയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, കരിയർ കംപ്ലീറ്റ് നമ്മൾ ലേൺ ചെയ്യാനായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, ആവശ്യമുള്ള സമയത്ത് സൂപ്പർവിഷനും കൺസൾട്ടേഷനും എടുക്കണം. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ വർക്ക് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യണം ഫോർ അവർ പ്രൊഫഷണൽ പ്രാക്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയണം പ്രൊഫഷണൽ വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞ് അതനുസരിച്ചിട്ട് നമ്മളെ പേഴ്സണൽ വാല്യൂസും പ്രൊഫഷണൽ വാല്യൂസിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കി അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എത്തിക്കൽ ഡിസിഷൻസ് എടുക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ NASWന്റെ കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ IFSWന്റെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സും പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യാം. ഇത് നമുക്ക് സമയങ്ങളിൽ ഈ എത്തിക്കൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലയന്റിന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ പാലിക്കേണ്ടത്, ക്ലയന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ക്ലയന്റ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ട് വന്നു, സോ അവിടെ എത്തിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. രണ്ട് എത്തിക്സും കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ആ ഒരു കൺഫ്യൂഷനെ പ്രൊഫഷണൽ ബേസിസിൽ തന്നെ റിസോൾവ് ചെയ്ത് കൃത്യമായ എത്തിക്കൽ ഒബ്ലിഗേഷൻ ഫോളോ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആവശ്യം ക്ലയന്റ് ചെയ്ത കമ്മിറ്റ് ചെയ്ത ക്രൈം റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പ്രൊഫഷണലി ആ ഒരു കൺഫ്യൂഷനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ എത്തിക്കൽ റീസണിങ്ങിന് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ഇതൊക്കെയാണൊരു സോഷ്യൽ വർക്കിന്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് നമ്മൾ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്സ് അറിയിക്കുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ക്ലയന്റുമായിട്ട് നമ്മളുടെ പ്രൊഫഷണലി നമ്മൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻ പറയുമ്പോൾ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ആലോചിക്കണം എങ്ങനെ അത് പറയണം, ഏത് രീതിയിൽ പറയണം, എന്തൊക്കെ പറയണം എന്നുള്ള കാര്യങ്ങൾ. നമ്മൾക്ക് ഒരുപാട് നോളജ് ഉണ്ടാവും, അതിനെ കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാനും അത് അപ്രൈസ് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റാനുള്ളതാണ്. റിസർച്ച് ബേസ്ഡ് നോളജ് നമുക്കറിയായിരിക്കും. അതായത് ഇപ്പൊ ഒരു റിസർച്ച് വൈസ് നമുക്കറിയാം ഒരു കേസ് വന്നത് ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, തിയററ്റിക്കലി ഇത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ഒരു കൺസേൺഡ് സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്. ഇത് രണ്ടും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്, അനുയോജ്യമായിട്ടുള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽസ് നമ്മൾ അസസ് ചെയ്യാനും ഒരു പെർട്ടിക്കുലർ ഒരു പ്രോബ്ലം പ്രിവെന്റ് ചെയ്യാനും ഒരു ക്ലയന്റിന് ഒരു ഇന്റർവെൻഷൻ കൊടുക്കാനും അല്ലെങ്കിൽ ക്ലയന്റിന് കൊടുത്ത ഇന്റർവെൻഷൻ ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് സ്പെസിഫൈഡ് മോഡൽസ് ഉണ്ട് ഒരു സോഷ്യൽ വർക്കർക്ക്. അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. പിന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, അത് ഓറൽ ആയിക്കോട്ടെ റിട്ടൺ ആയിക്കോട്ടെ, അത് ഇഫക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോഴായാലും ഫാമിലീസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോഴായാലും ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഡീൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഇഫക്റ്റീവ് ഓറൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമാണ്. കൃത്യമായിട്ട് ആ ഒരു കൺസേൺഡ് ആ ഒരു ഇഷ്യൂ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് നമ്മൾ എന്തൊക്കെ ഇൻഫോം ചെയ്യണം, എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ പ്രൊഫഷണലി നമുക്ക് ധാരണ ഉണ്ടാവണം. നെക്സ്റ്റ് വരുന്നത് എൻഗേജ് ഡൈവേഴ്സിറ്റി ആൻഡ് ഡിഫറൻസ് ഇൻ പ്രാക്ടീസ്. നമുക്കറിയാം നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ ക്ലയൻസും ഒരുപോലെയല്ല, അവരുടെ കൾച്ചർ ഡിഫറെന്റ് ആയിരിക്കും, പല രീതിയിൽ അവർ ഒപ്രസ്ഡ് ആയിരിക്കാം, മാർജിനലൈസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പല റീസൺസ് കൊണ്ട് ഒരു പ്രിവിലേജും പവറും ഇല്ലാത്തവരും ഉള്ളവരും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുക. അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് വേണം. സഫീഷ്യന്റ് സെൽഫ് അവയർനെസ് നമുക്ക് വേണം. നമ്മുടെ പേഴ്സണൽ ബയസസ് ഒന്നും വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളോട് നമുക്ക് ഭയങ്കര ദേഷ്യമാണ് പേഴ്സണലി. പക്ഷെ പ്രൊഫഷണലി അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളുടെ ദേഷ്യവും അല്ലെങ്കിൽ മുൻധാരണകളും ഈ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവെയർ ആയിരിക്കണം. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരാൾ വന്നാൽ, ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരാൾ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പേഴ്സണലി ബുദ്ധിമുട്ടാണ്. പക്ഷെ ആസ് എ പ്രൊഫഷണൽ ഞാനത് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ രീതിയിൽ ക്ലയന്റിനോട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള സെൽഫ് അവെയർനെസ് നമുക്ക് വേണം. പിന്നെ ഒരു ലൈഫ് എക്സ്പീരിയൻസസിൽ ഭയങ്കര ഡിഫറൻസ്, ആളുകളെ ഷേപ്പ് ചെയ്യുന്നതിൽ ലൈഫ് എക്സ്പീരിയൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പല ആളുകൾ പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്, പല രീതിയിലായിരിക്കും അവരൊക്കെ ഫോം ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ടാവുക. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം, അത് റെക്കഗ്നൈസ് ചെയ്ത് വേണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ വ്യൂ ദംസെൽസ് ആസ് ലേൺ. നമ്മളെപ്പോഴും
പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ വേണം സോഷ്യൽ വർക്കേഴ്സ് ആക്ട് ചെയ്യാനായിട്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ നമുക്കൊരു ഇൻഫോർമേഷൻ ആണ് തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവർക്കും ഒരു ഇൻഫോർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക നമ്മളുടെ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷന്റെ ബേസിൽ. ആ രീതിയിൽ നമ്മൾ ഓൾവേസ് ഒരു ലേണർ ആണ്. വി എൻഗേജ് ദോസ് വിത്ത് ഹൂം ദേ വർക്ക് ആസ് ഇൻഫോർമൻസ്. നമ്മൾ അവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പഠിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഡിഫറൻസ് ഉണ്ട്, നമ്മൾ ഓരോ വ്യക്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ അഡ്രസ് ചെയ്യാനുള്ളതാണ് എൻഗേജ് ഡൈവേഴ്സിറ്റി ആൻഡ് ഡിഫറൻസ് ഇൻ പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്. സോഷ്യൽ വർക്കേഴ്സ് നമ്മളെ സമൂഹത്തിലുള്ള ഒപ്രഷൻ ആയിക്കോട്ടെ, ഡിസ്ക്രിമിനേഷൻ ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുള്ള ആളായിരിക്കണം. ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയും സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസിന് വേണ്ടിയും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ നമ്മളുടെ സോഷ്യൽ ഇക്കണോമിക് ജസ്റ്റിസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വേണ്ട പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ എൻഗേജിങ് റിസർച്ച് ഇൻഫോംഡ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് ഇൻഫോംഡ് റിസർച്ച്. അതായത് നമ്മളുടെ പ്രാക്ടീസ് എക്സ്പീരിയൻസിൽ നിന്ന് ഒരു നോളേജ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ലെവലിലേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മളെ റിസർച്ച് എവിഡൻസ് നമുക്ക് നമ്മളെ പ്രാക്ടീസ് ചെയ്യുന്ന മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ആ രീതിയിൽ രണ്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്ലൈ നോളേജ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ദ സോഷ്യൽ എൻവയോൺമെന്റ്. നമുക്ക് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു നോളജ് നമ്മൾ പഠിക്കും ആസ് എ സോഷ്യൽ വർക്ക്. പിന്നെ സോഷ്യൽ എൻവയോൺമെന്റ്, ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹിക ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ കൃത്യമായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം, ഈ അറിവിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ അസസ് ചെയ്യുമ്പോഴും ഇന്റർവെൻഷൻ ചെയ്യുമ്പോഴും ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു ഇൻഫോർമേഷൻ ഒക്കെ നമുക്കൊരു കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റണം. നമുക്ക് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അയാളുടെ എൻവയോൺമെന്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം. ഈ ഒരു നോളേജ് ക്രിട്ടിക്കസ് അപ്പൊ അത് ചോദ്യം ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ആ നോളേജ് അപ്ലൈ ചെയ്യേണ്ടി വരാം. ഈ ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറ്റണം. പിന്നെ എൻഗേജ് ഇൻ പോളിസി പ്രാക്ടീസ് ടു അഡ്വാൻസ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് വെൽബീയിങ് ആൻഡ് ടു ഡെലിവർ ഇഫക്റ്റീവ് സോഷ്യൽ വർക്ക് സർവീസസ്. നമ്മൾ പറഞ്ഞു പോളിസി മേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യേണ്ടി വരും, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും പിന്നെ ഡെലിവർ ചെയ്യാനായിട്ട് ഇത് കൃത്യമായിട്ട് സോഷ്യൽ വർക്ക് സർവീസസ് ഇഫക്റ്റീവ് ആയിട്ട് ഡെലിവർ ചെയ്യാനായിട്ടും നമ്മൾ പോളിസി മേക്കിംഗ് പ്രാക്ടീസിലൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യേണ്ടി വരും. അപ്പൊ കൃത്യമായിട്ട് ആളുകളുടെ സോഷ്യൽ വെൽബീയിങ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസീസിനെ അനലൈസ് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക, അതിനുവേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ കൊളീഗ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, ക്ലയൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക ഫോർ ഇഫക്റ്റീവ് പോളിസി ആക്ഷൻ. സോ പോളിസി മേക്കിംഗ് ലെവലിലൊക്കെ വർക്ക് ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റെസ്പോണ്ട് ടു കോണ്ടെക്സ്റ്റ് ദാറ്റ് ഷേപ്പ് പ്രാക്ടീസ്. അതായത് സോഷ്യൽ വർക്കേഴ്സ് ഷുഡ് കണ്ടിന്യൂസ്ലി ഡിസ്കവർ, അപ്രൈസ് ആൻഡ് അറ്റൻഡ് എന്തൊക്കെയാണ് നമ്മളുടെ ചേഞ്ചിങ് ആയിട്ടുള്ള ലൊക്കേൽസ് ആയിക്കോട്ടെ, പോപ്പുലേഷൻസ് ആയിക്കോട്ടെ, സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ആയിക്കോട്ടെ. അതായത് മാറ്റങ്ങൾ ഒരുപാട് വരും, പുതിയ സൊസൈറ്റൽ ട്രെൻഡ്സ് എമേർജ് ചെയ്ത് വരും. അപ്പൊ ഒരുപാട് സർവീസസ് കൊടുക്കേണ്ടതൊക്കെ ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പൊ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനും അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനും ഒക്കെ പറ്റണം. അഡാപ്റ്റബിൾ ആവുക, ഫ്ലെക്സിബിൾ ആവുക എന്നുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സസ്റ്റൈനബിൾ ചേഞ്ചസ് സർവീസ് ഡെലിവറിയിൽ കൊണ്ടുവരേണ്ടി വരും. ക്വാളിറ്റി ഓഫ് സർവീസസ് ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. അതിനൊക്കെയുള്ള ലീഡർഷിപ്പ് എടുക്കുക, അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് ചേഞ്ചസ് വരുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ പ്രാക്ടീസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ എൻഗേജ്, അസസ്, ഇന്റർവീൻ ആൻഡ് ഇവാലുവേറ്റ് വിത്ത് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, ഗ്രൂപ്പ്സ്, ഓർഗനൈസേഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത് ഇൻഡിവിജ്വൽസ് ആയിട്ടായിരിക്കും, ഫാമിലീസ് ആയിട്ടായിരിക്കും, ഗ്രൂപ്പ്സ് ആയിട്ട്, ഓർഗനൈസേഷൻസ് ആയിട്ട്, കമ്മ്യൂണിറ്റീസ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. എൻഗേജ് ചെയ്യുക, അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഇന്റർവെൻഷൻ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്വയം നമ്മൾ ഈ ഇൻഡിവിജ്വൽസിനെ, ഫാമിലീസിനെ, ഗ്രൂപ്പ്സിനെ, ഓർഗനൈസേഷൻസിനെ ഒക്കെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ എംപതി, മറ്റ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒക്കെ ഉപയോഗിക്കണം ഈ ഒരു എൻഗേജ്മെന്റ് എന്നുള്ള പ്രോസസ്സിൽ. പിന്നെ മ്യൂച്വലി എഗ്രിമെന്റ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് ഇന്ന ഡിസൈർഡ് ഔട്ട്കംസ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ഒരു രീതിയിൽ ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് വർക്കറും ക്ലയന്റും ആയിട്ട് ഉണ്ടാകണം. സോ ഇത്രയും കാര്യങ്ങൾ ഏത് സ്റ്റെപ്പിൽ നടക്കുക, എൻഗേജ്മെന്റിലാണ് നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അസസ്മെന്റ്. നമ്മൾ ക്ലയന്റിന്റെ ഡേറ്റ കളക്ട് ചെയ്യും, അത് ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ക്ലയന്റ് ലിമിറ്റേഷൻസും ആണ് ക്ലയന്റിനുള്ളത്. നമ്മൾ ഈ മ്യൂച്വൽ എഗ്രിമെന്റിൽ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ സെറ്റ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എന്നിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് അസസ്മെന്റ് വരുന്നത്. ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുക.
പിന്നെ ക്ലയന്റിന്റെ കപ്പാസിറ്റീസ് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഇന്റർവെൻഷൻസ് ഒക്കെ കൊണ്ടുവരിക, ക്ലയന്റിന്റെ പ്രോബ്ലത്തെ റിസോൾവ് ചെയ്യുക, ക്ലയന്റിന് വേണ്ടിയുള്ള നെഗോഷിയേഷൻ, മീഡിയേഷൻ, അഡ്വക്കസിയിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവുക. പിന്നെ ക്ലയന്റിന്റെ ഈ ഒരു ട്രാൻസിഷൻ, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ എൻഡിങ്ങിലേക്ക് ക്ലയന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇന്റർവെൻഷൻ നടക്കുക. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത ഇന്റർവെൻഷൻ അത് നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യും. ഈ ഇന്റർവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യും. ആഫ്റ്റർ ഇന്റർവെൻഷൻ അത് ഇവാലുവേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇവാലുവേഷൻ എന്നുള്ള പ്രോസസ് നടക്കുക. സോ ഇത്രയൊക്കെയാണ് നമ്മളൊരു കോർ കോമ്പിറ്റൻസീസിൽ പറയാം. അതായത് നമ്മളൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ആണെന്നുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാനുള്ളത്, പിന്നെ സോഷ്യൽ വർക്കിന്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് ചെയ്യാനുള്ളത്, ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമാണ്. നമ്മൾ പെർഫോം ചെയ്യുന്നത് പ്രൊഫഷണൽ ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോഴായിക്കോട്ടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും എല്ലാ ആസ്പെക്റ്റിലും ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമാണ്. നമ്മുടെ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിഫറൻസ് നമ്മുടെ പ്രാക്ടീസിൽ ഉറപ്പായിട്ട് ഇൻവോൾവ് ആയിരിക്കും. അത് മനസ്സിലാക്കി അതനുസരിച്ച് എൻഗേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. റിസർച്ച് ഇൻഫോംഡ് പ്രാക്ടീസും പ്രാക്ടീസ് ഇൻഫോംഡ് റിസർച്ചും നമ്മൾ ഇൻവോൾവ് ആവേണ്ടി വരും. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ വർക്കിൽ. പിന്നെ നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും സോഷ്യൽ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള നോളേജ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതങ്ങനെ പിന്നെ പോളിസി മേക്കിംഗ് ലെവലിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ഫോർ ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് വെൽബീയിങ് ആൻഡ് ടു ഡെലിവർ ഇഫക്റ്റീവ് സോഷ്യൽ വർക്ക് സർവീസസ്. പിന്നെ നമ്മളുടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ നമ്മളെ പ്രാക്ടീസ് മച്ച് ബെറ്റർ ആക്കുക, ഹൈ ക്വാളിറ്റി ലെവൽ ഓഫ് സർവീസസ് കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, ഫാമിലീസ് ആയിക്കോട്ടെ, ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻസ്, കമ്മ്യൂണിറ്റീസ്, ഇവരോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യാനുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എൻഗേജ്മെന്റ്, അസസ്മെന്റ്, ഇന്റർവെൻഷൻ, ഇവാലുവേഷൻ. എൻഗേജ്മെന്റ് നമ്മൾ പറഞ്ഞു, നമ്മളുടെ ഒരു ക്ലയന്റ് വന്നു, നമ്മൾ അവരുമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവെൻഷന് വേണ്ടി പ്രിപ്പയർ ആവുന്നു, നമ്മൾ അവരുമായിട്ട് എംപത്തറ്റിക് ആയി ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒക്കെ ഉപയോഗിച്ച് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു, മ്യൂച്വലി അഗ്രിമെന്റ് വരികയാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. പിന്നെ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഡേറ്റ കളക്ട് ചെയ്തു, സ്ട്രെങ്ത്തും ലിമിറ്റേഷനും ഒക്കെ മനസ്സിലാക്കി മ്യൂച്വൽ അഗ്രിമെന്റ് വഴി വർക്ക് ചെയ്യുന്നു, ഇന്റർവെൻഷൻസ് ഒക്കെ സെലക്ട് ചെയ്തു. ഇന്റർവെൻഷൻ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലയന്റിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ അല്ലെങ്കിൽ എൻഡിങ്ങിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത ഇന്റർവെൻഷൻസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്ത് ക്ലയന്റിന് ബെനിഫിഷ്യൽ ആയോ, ഞാൻ കൊടുത്തതിൽ എന്തെങ്കിലും കൂടുതലോ കുറവൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. അതാണ് ഇവാലുവേഷനിൽ വരുന്നത്. ഇതാണ് കോർ കോമ്പിറ്റൻസീസ്. ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആണ് അഷിക. അഷിക വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ ചില നേരത്തെ. ആണോ? അത് അറിയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ പറയേണ്ടതുണ്ടോ, എവിടെയെങ്കിലും മിസ് ഔട്ട് ആയതുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല, ചെറുതായിട്ട് പോകുന്നുണ്ട്. കുറച്ച് ഒരു ചില സെന്റൻസ് ആയിരിക്കാം അങ്ങനെ പോയേക്കണം. ഓക്കെ ഓക്കെ. നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് പേഴ്സണലി മെസ്സേജ് ചെയ്തോ വിളിച്ചോ ചോദിച്ചോ, പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നേരത്തെ ഫാസ്റ്റ് ആയിട്ട് പോയത് എനിക്ക് അറിയാം, കാരണം നമുക്കൊരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോഴും 9 മണിയായി, അതുകൊണ്ടാണ് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോയത്. ഈ 4 പോയിന്റ്സ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മദർ ഓഫ് സോഷ്യൽ വർക്ക് ജെയിൻ ആഡംസ്. പിന്നെ വേൾഡ് സോഷ്യൽ വർക്ക് ഡേ വരുന്നത് March 19 ആണ്. 2024 തീം വുവൻ വിവർ, കോ ബിൽഡിംഗ് എ സസ്റ്റൈനബിൾ ആൻഡ് ജസ്റ്റ് ഫ്യൂച്ചർ. വുവൻ വിവർ എന്ന് പറഞ്ഞൊരു സ്പാനിഷ് ഫ്രേസ് ആണ്. ഗുഡ് ലിവിംഗ് ഓർ വെൽ ലിവിംഗ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഇതും കൂടെ ഒന്ന് ഈ സോഷ്യൽ വർക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷനുള്ള ഇതിലൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഒരു 5 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താൽ പോരെ? 9:05 ആയി. ഓക്കെ ഓക്കെ, താങ്ക് യു. First question, which of the following values is not included in the code of ethics of social work profession? ആൻസർ ഒന്ന് നിങ്ങൾ പറയണേ, ചാറ്റ് ബോക്സിൽ ഞാൻ കാണില്ല. സി പറഞ്ഞു. വേറെ ഓപ്ഷൻസ് ഉണ്ടോ? സി എന്ന് പറയുന്നവരുണ്ടോ, അത് വേറെ ഓപ്ഷൻസ് ഉണ്ടോ? ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്യും. social change. ഓക്കെ, സോഷ്യൽ ചേഞ്ച് ആണ്. ആദ്യം ഒന്ന് പറഞ്ഞേ, വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 6 വാല്യൂസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു 6 വാല്യൂസ്? അതുമില്ല. Service, social justice. ബാക്കി
dignity and worth of a person. Okay. Integrity. Okay. Competence. Okay. Sixth one, human relationship. Importance of human relationships. ആറെണ്ണാണുള്ളത്. സിമിലർ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇത്തവണ നെറ്റ് എക്സാമിന് ചോദിച്ചിരുന്നു. ഞാൻ JRF അറ്റൻഡ് ചെയ്യുന്ന കാരണം ഇത്തവണ നെറ്റ് എഴുതിയായിരുന്നു. അപ്പോ കണ്ടതാണ്. അപ്പൊ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതില് ഈ ഒരു 6 വാല്യൂസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉറപ്പാണ്. കാരണം സോഷ്യൽ ചേഞ്ച് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ 6 വാല്യൂസ് എന്തായാലും പഠിച്ചിരിക്കുക. ഈ പറഞ്ഞ 6 ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The function of professional social worker is empowering and capacity building of the oppressed section of society. Professional social workers have the requisite skills and sensitivity to deal with problems of oppressed sections of society. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക? പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സംസാരിക്കാം. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞു. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ. വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഓപ്ഷൻ പറയാനുണ്ടോ? ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. പ്രൊഫഷണൽ സോഷ്യൽ വർക്കറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എംപവറിംഗ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ദി ഓപ്രസ്ഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. ശരിയല്ലേ? സൊസൈറ്റിയിൽ ഓപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ എംപവർമെന്റും കപ്പാസിറ്റി ബിൽഡിങ്ങിനും ആയിട്ട് പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഹാവ് ദ റിക്വിസിറ്റ് സ്കിൽസ് ആൻഡ് സെൻസിറ്റിവിറ്റി ടു ഡീൽ വിത്ത് പ്രോബ്ലംസ് ഓഫ് ഓപ്രസ്ഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അത് ശരിയല്ലേ? നമുക്ക് റിക്വിസിറ്റ് സ്കിൽസ് ഉണ്ട്, നമുക്കത് ഒരു സെൻസിറ്റീവ് ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനോട് സെൻസിറ്റിവിറ്റി ഉണ്ട് എന്നുള്ള ഒരു കാര്യം ശരിയല്ലേ? നിങ്ങളൊന്ന് നോക്കിയേ. ആ ഒരു സെൻസിൽ ഇത് കറക്റ്റ് അല്ലേ? രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? ഇതിൽ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാവും വരിക. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഇപ്പൊ കോഡ് ഓഫ് എത്തിക്സിലൊക്കെ നമുക്കൊരു പരിധി വരെ ഇങ്ങനെ റെഡി മണി ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആവും വരിക. നിങ്ങൾ ഞാൻ കോഡ് ഓഫ് എത്തിക്സ് ഷെയർ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് വായിക്കുക, ഒരു സ്റ്റോറി പോലെ ഒന്ന് വായിച്ചിട്ട് ഐഡിയ ഉണ്ടാക്കി വെക്കുക. മേ ബി സിറ്റുവേഷൻ തന്നിട്ട് നമ്മളോട് എന്താ ചെയ്യേണ്ടതെന്ന് 4 ഓപ്ഷനൊക്കെ തരണമെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റണം. ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ഏകദേശം ധാരണ ഉണ്ടാക്കി വെക്കുക എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. Next, what is the purpose of NASW Code of Ethics? Options വായിച്ചിട്ട് ആൻസർ ഒന്ന് പറയാമോ? All of the above ആണോ? ഓപ്ഷൻ ഡി. കറക്റ്റ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? അതായത് NASWന്റെ കോഡ് ഓഫ് എത്തിക്സിന്റെ പർപ്പസ് എന്താണ്? നമുക്കിത് വായിക്കുമ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ട്. ടു ഗൈഡ് ദ സോഷ്യൽ വർക്കേഴ്സ് കണ്ടക്ട്, പിന്നെ ഒരു സ്പെസിഫിക് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുക, ഒരു റെലവെന്റ് കൺസിഡറേഷൻസ് ഒക്കെ, അതായത് ഒരു പ്രൊഫഷണൽ ഒബ്ലിഗേഷൻസിന്റെ കോൺഫ്ലിക്റ്റ് വന്നാൽ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആകാം മേ ബി NASWന്റെ കോഡ് ഓഫ് എത്തിക്സ് ചോദിക്കുക. അല്ലെങ്കിൽ മേ ബി സിറ്റുവേഷൻ തന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ അഡ്വാൻസ് ലെവലിൽ ചോദിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയണം. ഒരു ക്രൈം കണ്ടക്ട് ചെയ്ത ഒരാൾ വന്നു, പക്ഷെ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പാടില്ല, എന്നാൽ നമ്മൾ ഒരു ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് കൺസേൺഡ് ആയിട്ടുള്ള ആളെ അറിയിക്കുകയും വേണം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ തന്നിട്ടാവും മേ ബി ചോദിക്കുക. അഡ്വാൻസ് ലെവലിൽ അതിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. സോ നിങ്ങൾ ജസ്റ്റ് വായിച്ചത് ഐഡിയ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓൾ ഓഫ് ദി അബവ് ആണ്. നെക്സ്റ്റ്, NASW Code of Ethics is relevant to which of the following? All social workers, only experienced social workers, only social work students, social workers who work in certain settings. ഏതായിരിക്കും കറക്റ്റ്? Option A.
ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓൾ സോഷ്യൽ വർക്കേഴ്സ്. NASWന്റെ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു NASW, which is the ethical principle that is based on the core value of integrity? Social workers' primary goal is to help the people in need and to address social problems. Social workers respect the inherent dignity and worth of the person. Social workers recognize the central importance of human relationships. Social workers behave in a trustworthy manner. നമ്മൾ ഇന്നും കൂടെ പറഞ്ഞു ഇന്റഗ്രിറ്റി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടെന്നുള്ളത്. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയാ? കേട്ടില്ല. Trustworthy manner, option D. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ട്രസ്റ്റ് വർത്തി മാനർ ആണ്. അപ്പോ ഈ കോർ വാല്യൂ പഠിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അത് ചെയ്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ പഠിച്ചു, ഡിഫറൻസിയേഷൻ പഠിച്ചു, ഐഡിയോളജീസ്, വാല്യൂസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കോഡ് ഓഫ് എത്തിക്സ് ഡിസ്കസ് ചെയ്തു, പ്രൊഫഷണൽ അസോസിയേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, കോർ കോമ്പിറ്റൻസീസ് പറഞ്ഞു. ഇതിൽ ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ നല്ല ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ സർവീസ്, സോഷ്യൽ വർക്കുകളുടെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഐഡിയോളജീസ് അറിഞ്ഞു വെക്കുക. വാല്യൂസ് എന്തായാലും പഠിക്കണം, ഏതൊക്കെയാണ് വാല്യൂസ് എന്ന്. അതിൽ എത്തിക്കൽ പ്രിൻസിപ്പിളും വാല്യൂയും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു പ്രാവശ്യം അത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ബൈഹാർട്ട് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് കാര്യങ്ങൾ, കോഡ് ഓഫ് എത്തിക്സ് ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രൊഫഷണൽ അസോസിയേഷൻസിൽ അറ്റ്ലീസ്റ്റ് ഫുൾ ഫോമും ഇയർ ഓഫ് ഫോർമേഷൻ എങ്കിലും പഠിക്കുക. കോർ കോമ്പിറ്റൻസീസ് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്രയൊക്കെ ഉള്ളൂ.